എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ വന്ദനം പറയുന്നു. നമ്മൾ ഗലാത്യ ലേഖനത്തിന്റെ 5-ാം അധ്യായം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്നുള്ള ഏക വാക്യത്തിൽ ന്യായപ്രമാണം മുഴുവനും അടങ്ങിയിരിക്കുന്നു. പഴയ നിയമത്തിൽ നമ്മൾ കണ്ടത് 2 പ്രമാണങ്ങൾ ആണ്. ന്യായപ്രമാണം മുഴുവൻ അടങ്ങിയിരിക്കുന്നു, പ്രോഫറ്റ്സ് ആൻഡ് ദ ലോ. 2 പ്രമാണങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഒന്ന് ദൈവത്തെ സ്നേഹിക്കുക, മറ്റു മനുഷ്യനെ സ്നേഹിക്കുക എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ പറയുന്നു കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണമെന്ന ഏകവാക്യം. അത് നമ്മൾ വീണ്ടും യാക്കോബിന്റെ ലേഖനം വായിക്കുമ്പോഴത് കാണുന്നു. യോഹന്നാന്റെ ലേഖനത്തിൽ അത് ആവർത്തിക്കും. അവിടെ എല്ലാം സഹോദരനെ സ്നേഹിക്കുക എന്നുള്ള ഒറ്റ ഊന്നലിലേക്ക് പുതിയ നിയമം മാറുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ദൈവത്തെ സ്നേഹിക്കണ്ടേ എന്നൊരു ചോദ്യം വരും. അതെന്താ കട്ട് ചെയ്തത്? തിരിച്ചു വേണം ഇത് കട്ട് ചെയ്താൽ മതിയായിരുന്നല്ലോ എന്ന് വേണമെങ്കിൽ. കാരണം ഇന്നത്തെ മതം എന്ന് പറയുന്നത് എപ്പോഴും ദൈവത്തെ സ്നേഹിക്കുന്നു എന്നുള്ള ദൈവത്തെ സ്നേഹിക്കുന്നു എന്നുള്ള ഒരു എന്താ പറയുന്ന ഒരു എക്സ്ക്യൂസ് വെച്ചിട്ടാണ് ഇന്ന് മനുഷ്യരെ വെറുക്കുന്നതും മനുഷ്യരെ അകറ്റി നിർത്തുന്നതും ഒക്കെ. കാരണം ദൈവത്തെ ഇഷ്ടമില്ലാത്ത മനുഷ്യർ, അപ്പൊ ആ മനുഷ്യരെ നമ്മൾ ഇഷ്ടപ്പെടുന്നത് ശരിയല്ലല്ലോ. അപ്പോ മനുഷ്യരെ ശത്രുക്കളായിട്ട് കാണാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് ദൈവമാണ്, മതമാണ്. മതത്തിനോട് നമ്മൾ കൂടുതൽ ആസക്തി വരുന്നതോറും മനുഷ്യരെ നമുക്ക് അകറ്റി നിർത്താൻ തോന്നും. അതിനെ വേണമെങ്കിൽ നമുക്ക് സെനോഫോബിയ എന്ന് വിളിക്കാം. സെനോഫോബിയ ഇന്ന് ഈവൻ ക്രിസ്ത്യാനികളിലും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മറ്റ് വിഭാഗങ്ങളിലുള്ളവരെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു അസ്ഥിത, അത് ശരിക്കും ദൈവസ്നേഹത്തിന്റെ പേരിലാണെന്നുള്ളതാണ് ഏറ്റവും വലിയ തമാശ. പുതിയ നിയമത്തെ കുറിച്ച് പറയുന്നത് നിങ്ങൾ മനുഷ്യനെ സ്നേഹിക്കുന്നില്ലെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുന്നില്ല എന്ന് തന്നെയാണ്. അതിന്റെ കാരണം പഴയ നിയമത്തിൽ പറയുന്ന സ്നേഹത്തിന് 2 ഡയറക്ഷനാണ്. ഒന്ന് ദൈവത്തിലേക്ക് അത് മനുഷ്യന്റെ എഫേർട്ടാണ്. അതുപോലെ തന്നെ മനുഷ്യനിലേക്കുള്ളതും മനുഷ്യന്റെ എഫേർട്ടാണ്. അപ്പൊ അത് 2 തരത്തിൽ നമ്മുടെ എഫേർട്ട് പോകണമെന്നാണ് പഴയ നിയമത്തിൽ നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നത്. അപ്പൊ പുതിയ നിയമത്തിൽ അങ്ങനെയല്ല. പുതിയ നിയമത്തിൽ മനുഷ്യനോടുള്ള നമ്മുടെ സ്നേഹം ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സ്നേഹത്തിന്റെ ഭാഗം മാത്രമാണ്. എന്ന് പറഞ്ഞാൽ കർത്താവും ഞാനും തമ്മിലുള്ള ബന്ധത്തിന്റെ ഭാഗമാണ് എനിക്ക് മനുഷ്യരോടുള്ള സ്നേഹം. അതില്ലെങ്കിൽ ഇതില്ലായിരുന്നു എന്നുള്ളതാണ്. ഏതില്ലെങ്കിൽ സഹോദരനോടുള്ള സ്നേഹം എനിക്ക് ഉണ്ടാകുന്നില്ലെങ്കിൽ അതിനർത്ഥം എനിക്ക് ദൈവവുമായി ബന്ധമില്ല എന്നാണ്. അതുകൊണ്ടാണ് പുതിയ നിയമം ഈ ഒരൊറ്റ കൽപ്പനയിലേക്ക് ചുരുങ്ങാനുള്ള കാരണം. അതിനർത്ഥം ദൈവത്തെ സ്നേഹിക്കുന്നില്ലെന്നല്ല, ദൈവത്തോടുള്ള സ്നേഹം ഈസ് മെഷേർഡ് ആസ് ടു ഹൗ മച്ച് വി ലവ് അവർ ബ്രദറൻ. അതുപോലെ പഴയ നിയമത്തിൽ അല്ലെങ്കിൽ വേറൊരു മതത്തെ പോലെയോ നമുക്ക് ദൈവത്തെ വെച്ചുകൊണ്ട് മനുഷ്യരെ വെറുക്കാൻ പറ്റില്ല. കാരണം ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ജനം എന്ന് പറഞ്ഞാൽ ആരെയും തള്ളിക്കളയാൻ പറ്റില്ല. അത് ദൈവത്തിന്റെ ശത്രു എന്ന് പറഞ്ഞാൽ ആരെ അകറ്റി നിർത്താൻ പറ്റി. കാരണം നമ്മളും ശത്രുക്കളായിരുന്നു, കൃപ ലഭിച്ച നീതിമാന്മാരായി നമ്മൾ രക്ഷപ്പെട്ടു പോയതാണ്. അതുകൊണ്ട് ഈ ക്രിസ്ത്യാനിറ്റിയിൽ ഇന്ന് പലപ്പോഴും നമ്മൾ കാണുന്നത് ക്രിസ്ത്യൻ റിലീജിയൻ സ്ഥാപിക്കപ്പെടുമ്പോഴേക്കും നമുക്ക് ശത്രുക്കൾ ഉണ്ടാകുന്നു. അതിലൊരു ജാതീയ ശത്രുവായിട്ട് കാണുന്നു, ഒരു വർഗത്തെ, ഒരു മതത്തെ ശത്രുവായിട്ട് കാണുന്നു. പക്ഷെ അത് ദൈവത്തെ സ്നേഹിക്കുന്നില്ല എന്നുള്ളത്. കാരണം ദൈവത്തിന് എല്ലാവരോടും കരുണയാണുള്ളത്. ആ കരുണാപാത്രങ്ങളായി നമ്മൾ പെരുമാറണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. കരുണാപാത്രങ്ങളായി എല്ലാ മനുഷ്യരോടും, എല്ലാ തരത്തിലുള്ള ആൾക്കാരോടും, പാപത്തിൽ ജീവിക്കുന്നവരോടും, പാപത്തെ വെറുത്തുകൊണ്ട് ആ പാപിയോട് കരുണ കാണിക്കണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നതാണ് ക്രിസ്തുവിന്റെ മനസ്സെന്ന് പറയുന്നത്. അപ്പോൾ റിലീജിയൻ ഈസ് ഓൾവേസ് അഗെയിൻസ്റ്റ് ദാറ്റ്. നമുക്ക് അറിയാം, റിലീജിയൻ എന്ന് പറയുന്ന സർവൈവ് ചെയ്യുന്ന മറ്റുള്ളവരെ ആക്രമിച്ചും മറ്റുള്ളവരെ നിരപ്പാക്കിയും അല്ലെങ്കിൽ അവരോട് ജയിച്ചുമാണ്. എന്നാൽ ക്രിസ്തു അങ്ങനെയല്ല. അപ്പോൾ എല്ലാ പ്രമാണങ്ങളും ഈ ഒന്നിലേക്ക് ചുരുങ്ങുമ്പോൾ ഇത് വലിയൊരു ചലഞ്ചാണ്. കാരണം നമ്മുടെ മുമ്പിൽ വരുന്ന ഓരോരുത്തരോടുള്ള സ്നേഹമാണ് കർത്താവിനോടുള്ള നമ്മുടെ സ്നേഹം. ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്തപ്പോഴെല്ലാം നിങ്ങൾ എനിക്കായിട്ടാണ് ചെയ്തത് എന്ന് പറഞ്ഞാൽ ഈ 2 സ്നേഹവും 2 അല്ല, 2 സെപ്പറേറ്റ് എഫേർട്സ് അല്ല. ദൈവത്തെ സ്നേഹിക്കാനുള്ള എഫേർട്ടും മനുഷ്യനെ സ്നേഹിക്കാനുള്ള എഫേർട്ടും അല്ല. അത് മനുഷ്യനിലേക്ക് ചെല്ലുന്ന സ്നേഹം ദൈവത്തിന്റെ സ്നേഹമാണ്. ദാറ്റ് മീൻസ് ദറ്റ്സ് വൺ സിംഗുലർ തിങ് എക്സ്റ്റെൻഡഡ് ബോത്ത് വേസ്. ഒന്നുണ്ടെങ്കിലേ മറ്റേതുള്ളൂ എന്ന് പറഞ്ഞാൽ അത് ഒരെണ്ണം മാത്രമായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് പുതിയ നിയമം നമ്മളെ പഠിപ്പിക്കുന്നത്. പുതിയ നിയമത്തിലെ കർത്താവ് ശാസ്ത്രിയോട് ചോദിക്കുമ്പോൾ ഉള്ള കോൺവെർസേഷനിലല്ലാതെ മുമ്പോട്ടുള്ള ഒരു ഉപദേശങ്ങളിലും ഈ 2 എണ്ണത്തെ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കുന്നില്ല എന്നുള്ളതാണ്. അതിന്റെ കാരണം അത് പഴയ നിയമത്തെ കോട്ട് ചെയ്യാനാണ് ശാസ്ത്രിയോട് സംസാരിക്കുന്നത്. പഴയ നിയമത്തെ കോട്ട് ചെയ്തിട്ടാണ്. അതിനർത്ഥം വി ആർ ഡ്രിവൺ ബൈ ലവ് ആസ് എ ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ്. ആത്മാവിന്റെ ഫലമായ സ്നേഹത്താൽ നമ്മൾ നിയന്ത്രിക്കപ്പെടുന്നു എന്നുള്ളതാണ് അതിന് കാരണം. അപ്പോൾ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്നുള്ള വാക്യത്തിൽ അപ്പൊ ഒരു ചോദ്യം വരും, ആരാണ് ഈ കൂട്ടുകാരൻ? ആരാണ് കൂട്ടുകാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് നമ്മുടെ പണ്ട് നാരായണ ഗുരു എന്ന് പറഞ്ഞൊരു സാമൂഹ്യ പരിഷ്കർത്താവ് കേരളത്തിലുണ്ടായിരുന്നു.
അദ്ദേഹം പറഞ്ഞു ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ. അപ്പൊ അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താ പറയുന്നത്, പല ആൾക്കാർ, പലതരത്തിലുള്ള ആൾക്കാർ വേണ്ട എന്നുള്ളതാണ്. പക്ഷെ അത് വ്യാഖ്യാനിച്ച് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, ഒരു മനുഷ്യൻ എന്നായി. ഒരു മനുഷ്യൻ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവമാണെങ്കിൽ അടുത്ത ആൾക്ക് വേറൊരു ജാതി, ഒരു ഇങ്ങനെയായി. അതുപോലെയാണ് ഇതും. ഓക്കെ, കൂട്ടുകാരനെ സ്നേഹിക്കണം എന്ന് പറയുമ്പോൾ ആരാണ് ഈ കൂട്ടുകാരൻ? എന്നോട് കൂട്ടുകൂടുന്നവൻ, അല്ലെങ്കിൽ എന്നെപ്പോലെ ഇരിക്കുന്നവൻ. അങ്ങനെയല്ല. കർത്താവ് അതിന് പറഞ്ഞു എക്സാമ്പിൾ എന്ന് പറഞ്ഞ ശമരിയാക്കാരന്റെ കഥയാണ്. അതായത് കൂട്ടുകാരൻ ആര്, അല്ലെങ്കിൽ അയൽക്കാരൻ ആര് എന്ന ചോദ്യത്തിന് കർത്താവ് പറഞ്ഞ ഉത്തരം എനി വൺ കുഡ് ബി യുവർ നെയ്ബർ, എനി വൺ കുഡ് ബി യുവർ ഫ്രണ്ട് എന്നാണ്. അത് ആരാണോ നീഡിലിരിക്കുന്നത് അവനാണ് സുഹൃത്ത്, അല്ലെങ്കിൽ അയൽവക്കക്കാരൻ. അപ്പോൾ അവനെ സ്നേഹിക്കുക എന്നുള്ള ഒരു പ്രമാണത്തിലാണ് ഈ ന്യായപ്രമാണത്തെയും പ്രവാചകന്മാരെല്ലാം ചുരുക്കി വെച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നത്. അടുത്ത 2 വാക്യങ്ങൾ, നിങ്ങൾ അന്യോന്യം കടിക്കുകയും തിന്നുകളയുകയും ചെയ്താലോ ഒരുവനാൽ ഒരുവൻ ഒടുങ്ങിപ്പോകാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവേൻ. ഇത് സഭയുണ്ടാകുന്ന ഛിദ്രങ്ങളെ കുറിച്ചായിരിക്കണം അവിടെ പരാമർശിക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. പരസ്പരമുള്ള വഴക്ക് ഛിദ്രത്തിന് കാരണമാണ്. സഭകളിലുള്ള ഗ്രൂപ്പിസം, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വിഴുങ്ങലുകൾ, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കുറ്റപ്പെടുത്തലുകൾ, പരസ്യ പ്രസ്താവനകൾ, ഫേസ്ബുക്ക് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വെല്ലുവിളികൾ മാത്രമേ ഉള്ളൂ. ഇവർ മനസ്സിലാക്കാത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് അവിശ്വാസികളും കാണുന്ന നമ്മുടെ സുഹൃത്തുക്കളിൽ തന്നെ, ഫ്രണ്ട്സ് ലിസ്റ്റിൽ തന്നെ എത്ര പേര് അവിശ്വാസികൾ ഉണ്ടാവും. എനിക്ക് പേടിയ ഒരു കാര്യം പോസ്റ്റ് ചെയ്യാൻ. കാരണം കുറച്ചു പേര് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാത്ത കുറച്ച് സുഹൃത്തുക്കളുണ്ട്. അവരിത് കാണുമ്പോൾ അവരെന്ത് വിചാരിക്കും? ഈ ഡോക്ടറിനൽ ഫിസ്റ്റ് ഫൈറ്റ് മൊത്തം അവിടെ യൂട്യൂബിൽ, ഫേസ്ബുക്കിന്, അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിഴുങ്ങി തിന്നു കളയാണ്. ശരിക്കും നമ്മൾ സാക്ഷ്യമില്ലാത്തവരായി മാറുന്നത് ഈ ഒരു യുദ്ധം കാരണമാണ്. ഓക്കെ, അപ്പോൾ അന്യോന്യം കടിക്കുകയും തിന്നുകളയുകയും ചെയ്താലോ ഒരുവനാൽ ഒരുവൻ ഒടുങ്ങിപ്പോകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവൻ. അപ്പം പരസ്പരം ഒടുങ്ങിപ്പോകാതിരിപ്പാൻ സൂക്ഷിച്ചു. ഇപ്പം ക്രിസ്ത്യാനിറ്റിയുടെ ഏറ്റവും വലിയ ട്രബിൾ എന്ന് പറയുന്നത് സഹോദരനെ സ്നേഹിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. നമുക്ക് ഡോക്ടറിനൽ ഡിഫറൻസ് ഉണ്ടായാലും സ്നേഹം നഷ്ടപ്പെട്ടുള്ള ആർഗ്യുമെന്റ്സ് ഭയങ്കര അത്ഭുതകരമാണ്. തൃത്വത്തെക്കുറിച്ചുള്ള ആർഗ്യുമെന്റ്സ് ഒക്കെ കേട്ട് കഴിഞ്ഞാല് ദൈവം ആരാണെന്ന് പോലും പരിചയമില്ലാത്ത ആളുകൾ തമ്മിൽ യുദ്ധം ചെയ്യുന്ന പോലെയുണ്ട്. എന്തൊക്കെ ഭാഷയാണ് ഉപയോഗിക്കുന്നത്, ചീത്തയും തെറിയും. എനിക്കും കിട്ടുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അതും തൃത്വത്തിന്റെ പേരിലാണ് കിട്ടുന്നത്. തൃത്വത്തെക്കുറിച്ചുള്ള പ്രസംഗത്തിനാണ് ഏറ്റവും കൂടുതൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ വയലന്റ് റിയാക്ഷനാണ്. എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പിന്നെ പോസ്റ്റ് ചെയ്യുന്ന ടാഗെല്ലാം എടുത്ത് കളഞ്ഞു, അല്ലെങ്കിൽ പിന്നെ അത് ആകെപ്പാടെ വൃത്തികേടായി. സോ മച്ച് ഓഫ് വെനം ഈസ് പ്രൊഡ്യൂസ്ഡ്. എങ്ങനെ ഇതുണ്ടാകുന്നത്? അപ്പൊ കർത്താവിന് വേണ്ടി അത്രയും പാഷനേറ്റ് ആയിട്ട് സഹോദരനെ ഉപദ്രവിക്കാനും സഹോദരനെതിരെ വാളെടുക്കാനും പറ്റുമോ? പറ്റില്ല. അതുകൊണ്ടാണ് സഹോദരനെ സ്നേഹിക്കാത്തവൻ അവൻ തലതിരിഞ്ഞ ഉപദേശത്തിലാണെങ്കിലും അവൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് വിചാരിക്കാവോ? ഓക്കെ, ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന് ഞാൻ പറയാം. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ. അതായത് ഈ ജഡത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ റോമാലേഖന 7-ാം അധ്യായത്തെ മൊത്തമാണ് ചുരുക്കി ഇവിടെ ഒരൊറ്റ വാക്യത്തിൽ 1-2 വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. റോമൻസ് 7 and 8. ഇപ്പൊ ഗലാത്യ ലേഖനം എന്ന് പറയുന്ന ഒരു റിവ്യൂ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് റോമാലേഖനത്തിന്റെ ഒരു റിവ്യൂ, ഒരു സമ്മറി. ഓക്കെ, ഇവിടെ ഈ 2 കാര്യങ്ങൾ, ഒന്ന് ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ. ഏത് തമ്മിൽ പ്രതികൂലമല്ലോ? ഈ ജഡാഭിലാഷവും ആത്മാഭിലാഷവും തമ്മിൽ പ്രതികൂലമാണ്. ജഡാഭിലാഷത്തിന്റെ പ്രത്യേകത നമ്മുടെ ഇച്ഛയ്ക്കനുസരിച്ചുള്ളതല്ല അതെന്നുള്ളതാണ്. നമുക്ക് ഇച്ഛിക്കുന്നത് ചെയ്യാൻ കഴിയാത്ത വിധം. അപ്പൊ ജഡം എന്ന് പറയുന്നത്, ജഡത്തിന്റെ പ്രവൃത്തികൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ നീതി ചെയ്യണമെന്ന് ആഗ്രഹിച്ചാലും അതങ്ങനെ ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. എ പേഴ്സൺ ഹു ഈസ് ഫോളോയിങ് ദ ഫ്ലഷ് ഈസ് അണ്ടർ സ്ലേവറി. അവൻ അടിമത്തത്തിലാണ്. കാരണം അവൻ ആഗ്രഹിക്കുന്നത് അവന് ചെയ്യാൻ കഴിയില്ല. നമ്മൾ പലപ്പോഴും വിചാരിക്കില്ലേ, ആഗ്രഹിക്കുന്നത് ചെയ്യാൻ കഴിയാത്ത അടിമത്തം എന്ന് പറയുന്നത് ദാറ്റ്സ് ബിക്കോസ് വി ആർ ഇൻ ദ ഫ്ലഷ്. എന്നാൽ ആത്മാവ് അങ്ങനെയല്ല. ആത്മാവ് എന്ന് പറയുന്നത്
ജഡത്തിന് വിരോധമാണ്. അവിടെ പറയുന്നത് ജഡത്തെ അല്ല, റോമർ 8:3-4 പറയുന്നത് ജഡത്തെ അല്ല ആത്മാവിനെ എത്ര അനുസരിച്ച് നടക്കുന്ന നിങ്ങളിൽ ദൈവത്തിന്റെ ന്യായ പ്രമാണം നിറവേറേണ്ടതിന് തന്നെ എന്നുള്ളതാണ്. സോ വെൻ വി ആർ ലിവിങ് ബൈ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്, ദ ലോ ഓഫ് ഗോഡ് ഈസ് ഫുൾഫിൽഡ് ഇൻ us. നമ്മുടെ ഉള്ളിൽ അത് നിവർത്തിക്കപ്പെടുന്നു. എങ്ങനെയാണ് ആത്മാവിനാൽ നടക്കുന്നത്? വിശ്വാസത്താലാണ്. വിശ്വാസത്താലുള്ള നടപ്പാണ് ആത്മാവിനാലുള്ള നടപ്പ്. ക്രിസ്തു നമ്മിൽ വസിക്കുന്ന നടപ്പാണ്. ദാറ്റ്സ് കോൾഡ് ദ ആക്റ്റീവ് ഒബീഡിയൻസ് ഓഫ് എ മാൻ, ഹ്യൂമൻ ബീയിങ്. അവൻ ആക്റ്റീവായിട്ട് അനുസരണത്തിലൂടെ തന്നെത്താൻ കർത്താവിന് പ്രസാദമുള്ള യാഗമായി അർപ്പിക്കുന്നു, ആത്മാവിനെ അനുസരിക്കുന്നു. ഒബേയിങ് ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്. വാട്ട് ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് ടെൽസ് us, വാട്ട് ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് റിവീൽസ് ടു us about the Lord. അപ്പോൾ ജഡത്തിൽ ജീവിക്കുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ പരസ്പരം വിഴുങ്ങുകയും തിന്നുകയും ഒക്കെ ചെയ്യും. കാരണം നമ്മുടെ എല്ലാ കോൺഫ്ലിക്റ്റിന്റെയും പുറകില് ഈ എന്താ പറയുന്നത്, ജഡത്തിന്റെ മോഹമാണ്, ജയിക്കണം എന്നുള്ള മോഹമാണ്. അപ്പൊ ഏതോ ഒരു ഫോൾസ് ന്യൂസ് ഫേസ്ബുക്കിൽ വന്നപ്പം ഞാൻ എൻ്റെ ഒരു പരിചയമുള്ള ഒരു സഹോദരനുമായിട്ട് സംസാരിച്ചു. ഫോൾസ് ന്യൂസ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആരോപണം, ഇതെന്താ ഇങ്ങനെ വരുന്നത്? അപ്പൊ പുള്ളി പറഞ്ഞു ഇത് ഭയങ്കര ഇത് ഭയങ്കര കോമ്പറ്റീഷന്റെ ഫീൽഡ്. ഞാൻ ഏത് കോമ്പറ്റീഷന്റെ ഫീൽഡ്, ഏത് കോമ്പറ്റീഷൻ? പുള്ളി പറഞ്ഞത് ഈ പ്രസംഗിക്കുന്നവരുടെ ഒരു കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പൊ ആരെങ്കിലും വളർന്നു വരുന്നതായിട്ട് ആർക്ക് തോന്നിക്കഴിഞ്ഞാൽ അവരെ നിലത്തിലടിക്കാൻ വേണ്ടി അവരെന്തെങ്കിലും ഫാൾസ് ന്യൂസ് ഇടും. ആലോചിച്ച് നോക്കി, ഇത് ക്രിസ്ത്യൻ പ്രസംഗകരെ കുറിച്ചാണ് ഈ പറഞ്ഞു വരുന്നത്. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം ഐ നെവർ തോട്ട് സച്ച് എ കോമ്പറ്റീഷൻ എക്സിസ്റ്റ് ഹിയർ. അതായത് വേറൊരുത്തിനെ വിഴുങ്ങിക്കളയാൻ വേണ്ടിയുള്ള കോമ്പറ്റീഷനകത്തുണ്ടെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചില്ല. എനിക്ക് പുള്ളിക്ക് തോന്നിയതായിരിക്കും, അറിയില്ല ഇനി അത് അങ്ങനെ ഉണ്ടോ എന്നുള്ള കാര്യം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ ആരുമായിട്ടെങ്കിലും നമുക്ക് കോൺഫ്ലിക്റ്റ് ഉണ്ടെങ്കിൽ അതിന്റെ പുറകിലുള്ള ഒരു ജഡമോഹമുണ്ട്. സഹോദരനെ സ്നേഹിക്കാതിരിക്കുന്നതിന്റെ പുറകിലെല്ലാം നമ്മുടെ ജഡത്തിന്റെ അനുസരണത്താലുള്ള ഒരു നടപ്പുണ്ട്. അപ്പൊ സഹോദരനോടുള്ള നമ്മുടെ എതിർപ്പ്, അത് എന്താ പറയുന്നത്, ഒരു ഡോക്ട്രിൻ, കർത്താവിന്റെ ഡോക്ട്രിൻസിന് വിരോധമായി സംസാരിക്കുന്നതുകൊണ്ടുള്ള എന്താ പറയുന്നത് ആ ഒരു ദൈവികമായ ഒരു വേദന ഉണ്ടാകാം. ഇപ്പം ചില സമയത്ത് ഈ ദുരുപദേശങ്ങൾ ഇത്രയും സ്പ്രെഡായി കഴിയുമ്പോൾ നമുക്ക് എത്രയോ പേര് അതിന്റെ അടിമത്തത്തിൽ കഴിയുന്നുള്ളൊരു വേദന തീർച്ചയായിട്ടും എനിക്കുണ്ട്. അത് പ്രസംഗിക്കുന്നവരോട് ഇവരിത് നിർത്തിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് പലപ്പോഴും തോന്നുന്നുണ്ട്. പക്ഷെ അപ്പോഴും നമുക്കൊരു കാര്യം അറിയാം, അന്ത്യകാലത്ത് ദൈവം ഇതൊക്കെ അനുവദിക്കുന്നുണ്ട്. അവരെ വിരോധിച്ചിട്ട് കാര്യമില്ല. കാരണം വിരോധിക്കുന്നിടത്താണ്, ഇതാണ് സാത്താന്റെ ട്രിക്ക് എന്ന് പറയുന്നത്. സാത്താന്റെ ശക്തിയും ട്രിക്കും തമ്മിൽ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. സാത്താന്റെ ശക്തിയെ നമ്മൾ ഭയങ്കരമായിട്ട് ഭയപ്പെടുന്നുണ്ട്. എന്നാൽ അവന്റെ ട്രിക്കുകളെ കുറിച്ച് നമുക്ക് ഒരു പിടിയുമില്ല. അപ്പൊ നമ്മൾ സത്യത്തിന് വേണ്ടി പോരാടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സഹോദരനെ വ്യക്തിപരമായിട്ട് എതിർത്ത് നിൽക്കുമ്പോൾ എന്താ സംഭവിക്കുന്ന അറിയോ? ഈ സാത്താന്റെ ട്രിക്കിൽ നമ്മൾ വീഴുക ചെയ്യും. ഹി ട്രിക്സ് us into hating our brother. അവൻ തെറ്റിലായിരിക്കും, പക്ഷെ വെറുക്കാതിരിക്കുക എന്ന് പറയുന്നത് അകത്ത് സ്നേഹത്തോടെയും സിമ്പതിയോടെയും കരുണയോടെ അവനെ നോക്കുക, അവനെ വിഴുങ്ങിക്കളയാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്ന് പറയുന്ന ആത്മാവിന് മാത്രമേ സാധിക്കൂ. ജഡത്തിന് അങ്ങനെയുള്ള നോട്ടോ മുൻകരുതലുകളോ ഒന്നുമില്ല. ഹി അറ്റാക്സ് ആൻഡ് ഡിസ്ട്രോയ്സ് ആൻഡ് ഡിവോഴ്സ്. ഓക്കെ, അപ്പോൾ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴുള്ളവരല്ല, ന്യായപ്രമാണം പൂർത്തിയാക്കിയവരാണ്. ദാറ്റ് മീൻസ് ഇഫ് ക്രൈസ്റ്റ് ഈസ് ലിവിങ് ഇൻ യു, അവൻ ന്യായപ്രമാണത്തിന്റെ പൂർത്തീകരണമാണ്. ഈസ് ദ എൻഡ് ഓഫ് ദ ലോ. അല്ലെ? അപ്പൊ ആത്മാവിൽ വസിക്കുന്നവരുടെ എല്ലാം ഉള്ളിൽ കർത്താവാണ് രാജാവായിരിക്കുന്നത്. അവരെ സംബന്ധിച്ച് അവർ ന്യായപ്രമാണത്തിന്റെ കീഴുള്ളവരല്ല. ഉദാഹരണത്തിന് ഞാൻ സാധാരണ പണ്ടൊക്കെ പറയുമായിരുന്ന ഒരു ഉദാഹരണമാണ്. ഇപ്പോ നിങ്ങൾ ആരെങ്കിലും എൻ്റെ വീട്ടിൽ വന്നാൽ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നാൽ ഒരു ദിവസം താമസിക്കുകയാണെന്ന് വിചാരിച്ചോ. നമുക്ക് ഇപ്പം എന്തായാലും വരുന്നില്ല, ജസ്റ്റ് ചിന്തിക്കാം. അപ്പൊ അവിടെ വീട്ടിൽ വരുമ്പോൾ നിങ്ങൾ പറയാണ്, താമസിക്കുന്നൊക്കെ കൊള്ളാം, പക്ഷെ പോകുമ്പോൾ ഇവിടുന്ന് വിലയുള്ള സാധനങ്ങളൊന്നും എടുത്തുകൊണ്ട് പോകരുത് എന്താ എന്ന് എന്നോട് ഉപദേശിച്ചാൽ എനിക്ക് ഭയങ്കര വിഷമം തോന്നും. ന്യായമായിട്ടും വിഷമം തോന്നും. കാരണം ഞാനെങ്ങനെ എടുത്തോണ്ട് പോകും നിങ്ങൾ ചിന്തിച്ചോ എന്ന് എൻ്റെ ഉള്ളിൽ വരും. അല്ലേ? തീർച്ചയായിട്ടും. അതേസമയത്ത് നിങ്ങൾ പറയണമായിരുന്നു, എന്നെ നേരത്തെ പലയിടത്ത് മോഷണത്തിന് പിടിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ പറയാം, മര്യാദയ്ക്ക് ഇറങ്ങിപ്പൊക്കോണം, ഇവിടെ നിന്നുള്ള സാധനങ്ങളൊന്നും എടുത്തുകൊണ്ട് പോയെന്ന് പറയാം. കാരണം എന്താ? ഐ എം ഓൾറെഡി കൺവിക്റ്റഡ് ഫോർ
തെഫ്റ്റ്, കുഴപ്പമില്ല. പക്ഷെ അതേ സമയത്ത് ഒരു ശുശ്രൂഷകനായിട്ട് ഞാൻ നിങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ നിങ്ങൾ എന്നോട് ഇവിടെ നിന്നുള്ള സാധനങ്ങളൊന്നും എടുത്തുകൊണ്ട് പോലെന്ന് പറഞ്ഞ് എന്നെ വല്ലാതെ ഹർട്ട് ചെയ്യും. കാരണം എന്താ? അത് നിയമമാണ്. ആ നിയമം ന്യായപ്രമാണത്തിന് കീഴുള്ളവരോടാണ് പറയേണ്ടത്. ആരാണ് ന്യായപ്രമാണത്തിന് കീഴുള്ളവര്? കഠിന ഹൃദയമുള്ളവര്, അനുസരിക്കാത്തവര്, ഇങ്ങനെയുള്ളവരാണ് ന്യായപ്രമാണത്തിന് കീഴുള്ളവര്. 1 തിമോത്തിയോസ് നോക്കിക്ക് ആർക്ക് വേണ്ടിയുള്ളതാണ് ന്യായപ്രമാണം എന്ന്. 1 തിമോത്തിയോസ് 1-ാം അധ്യായത്തിന്റെ 5 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. ആജ്ഞയുടെ ഉദ്ദേശമോ ശുദ്ധ ഹൃദയം, നല്ല മനസാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉണ്ടാകുന്ന സ്നേഹം തന്നെ. നമ്മളിപ്പോ അതിനെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഗലാത്യ ലേഖനം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാ ലേഖനങ്ങളും എസെൻഷ്യലി സംസാരിക്കുന്നത് ഒരൊറ്റ കാര്യം തന്നെയാണ്. ഒരു വ്യത്യാസവും ഇല്ല. എല്ലാ ലേഖനങ്ങളിലും നമ്മൾ പൊതുവെ കാണുന്നത് ഇതേ കാര്യം തന്നെയാണ്. ആജ്ഞയുടെ ഉദ്ദേശമോ ശുദ്ധ ഹൃദയം, നല്ല മനസാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന സ്നേഹം തന്നെ. ചിലർ ഇവ വിട്ടുമാറി വൃഥാവാദത്തിലേക്ക് തിരിഞ്ഞ്. ഗലാത്യ ലേഖനത്തിന്റെ തന്നെ അല്ലെ നമ്മളിപ്പോ കണ്ട കേട്ടോണ്ടിരുന്ന കാര്യമാണ്. വൃഥാവാദത്തിലേക്ക് തിരിഞ്ഞ്, ഓക്കെ, വെയിൻ ജാംഗ്ലിംഗ് എന്നാണ് അത് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ധർമ്മോപദേഷ്ടാക്കന്മാരായിരിക്കാൻ ആഗ്രഹിക്കും. തങ്ങൾ പറയുന്നത് ഇന്നതെന്നും സ്ഥാപിക്കുന്നത് ഇന്നതെന്നും ഗ്രഹിക്കുന്നില്ല താൻ. ഇപ്പൊ ന്യായപ്രമാണത്തിന് കീഴുള്ളവനെ സംബന്ധിച്ച് അവൻ ധർമ്മോപദേഷ്ടാവാണ് എപ്പോഴും. അവർ ചെയ്യുന്നത് എന്താണെന്നോ അവരെ പഠിപ്പിക്കുന്നത് എന്താണെന്നോ പറയുന്നത് ഇന്നതാണെന്നോ സ്ഥാപിക്കുന്നത് ഇന്നതാണെന്നോ അവർക്ക് തന്നെ ഗ്രഹിക്കാൻ പറ്റുന്നില്ല. അതായത് പഥ്യോപദേശം എത്താതെ ധർമ്മോപദേശം പഠിപ്പിക്കുകയും ഫോളോ ചെയ്യുകയും ചെയ്യുന്നവരെ ശരിക്കും അവർ സ്ഥാപിക്കുന്ന എന്താണ്, പറയുന്നത് എന്താന്നുള്ള കാര്യം അവർക്ക് തന്നെ മനസ്സിലാകുന്നില്ല എന്നാണ് പൗലോസ് പറയുന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? ഇപ്പൊ ധർമ്മോപദേശം പറയാൻ വളരെ എളുപ്പമാണ്. നമ്മുടെ പഴയ നിയമത്തിൽ ഒരു പാസേജ് എടുക്കുന്നു, ദാവീദിന്റെ ലൈഫ് എടുക്കുന്നു, അല്ലെങ്കിൽ എന്താ പറയുന്നത്, രാജാക്കന്മാരുടെ ഏതെങ്കിലും പുസ്തകം എടുക്കുന്നു, നമ്മളൊരു ധർമ്മോപദേശം അവതരിക്കും. പക്ഷെ പുതിയ നിയമത്തിൽ വരുമ്പോൾ അതിനൊരു പ്രോബ്ലം ഉണ്ട്. ആ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ധർമ്മോപദേശത്തിന്റെ ഒരു പ്രത്യേകത, ഉദാഹരണത്തിന് മോഷ്ടിക്കരുത് എന്നുള്ളൊരു പ്രമാണം നമ്മൾ എടുത്തു. അതൊരു ധർമ്മോപദേശമാണ്. ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ ധർമ്മോപദേശമാണ്. ഞാൻ മോഷ്ടിക്കുന്നില്ല, പക്ഷെ അതുകൊണ്ട് ഞാൻ നീതിമാനായില്ല. പഴയ നിയമത്തിൽ അത് ചെയ്യാതിരുന്നാൽ മതിയാ. പക്ഷെ പുതിയ നിയമത്തിൽ അത് പോകും. മോഷ്ടിക്കുന്നവൻ നരകത്തിൽ പോകും, മോഷ്ടിക്കാത്തവനും രക്ഷപ്പെടുകയൊന്നുമില്ല. ഞാൻ മോഷ്ടിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് സ്വർഗത്തിൽ കൊണ്ടുപോകും? ഇല്ല. സോ ഇറ്റ്സ് നോട്ട് അബൌട്ട് ഡൂയിങ് ഓർ നോട്ട് ഡൂയിങ്. അപ്പോൾ ഈ നിയമങ്ങൾ ധർമ്മോപദേഷ്ടാക്കന്മാരാകാൻ ഇച്ഛിക്കുന്നവരുടെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലളിതമായിട്ട് പറഞ്ഞാൽ ഇതിങ്ങനെയാണ്. ധർമ്മോപദേശം, എല്ലാ ധർമ്മോപദേശത്തിനകത്തും കൺഫ്യൂഷൻ ഉണ്ട്. അതിങ്ങനെയാണ്. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചു, നിങ്ങളെല്ലാം മര്യാദയ്ക്ക് ജീവിച്ചില്ലേ? കഴിഞ്ഞ ദിവസം ഒരു കൾട്ട് ലീഡർ ഇങ്ങനെ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടു. ഒരു തെറ്റുപോലും നിങ്ങൾക്ക് സംഭവിച്ചാൽ നിങ്ങൾക്ക് സ്വർഗം നഷ്ടമാകും. എത്ര മനോഹരമായ വിശുദ്ധിക്ക് വേണ്ടിയുള്ള പോരാട്ടം. പക്ഷെ അവർ മനസ്സിലാക്കാത്ത ഒരു കാര്യമുണ്ട്. അവരെന്താ പറഞ്ഞതെന്നറിയോ? ഞങ്ങൾ ഒരു തെറ്റും ചെയ്യുന്നില്ല എന്നാ പറഞ്ഞത്. ഞങ്ങൾ ഒരു തെറ്റും ചെയ്യുന്നില്ലെന്നും ഞങ്ങൾ സ്വർഗത്തിൽ അതുകൊണ്ട് പോകുമെന്നും, നിങ്ങൾ ഒരു തെറ്റ് ചെയ്താൽ നിങ്ങൾ പോവില്ല എന്നും പറയുമ്പോൾ അദ്ദേഹം അതിന് ശേഷം പറഞ്ഞത് ഞാൻ സ്വർഗത്തിൽ പോകുമെന്ന് പറയാൻ വേണ്ടിയാണ്. ഞാൻ എന്ന് പറഞ്ഞ പുള്ളി. അപ്പൊ എന്താ സംഭവിച്ചിരിക്കുന്നത്? എന്താ സ്ഥാപിച്ചത്? എന്താണ് പറഞ്ഞത്? ഈ കേട്ടോണ്ടിരുന്ന സകല മനുഷ്യര്, ഞാൻ ഉൾപ്പെടെ, ഞാൻ കേട്ടല്ല കേട്ടോ, എന്നോട് ആളുകൾ പറഞ്ഞാണ്, ഇങ്ങനെ ചിന്തിക്കാം, കർത്താവേ ഒരു പാവം. ആ പ്രസംഗം സീരിയസ് ആയിട്ട് എടുത്തില്ലെങ്കിൽ നമുക്ക് സമാധാനമായിട്ട് വീട്ടിൽ പോവാം. പ്രസംഗം സീരിയസ് ആയിട്ട് എടുത്താൽ നമ്മൾ തീർന്നു. ഒരു നിമിഷം ഒന്ന് ശാന്തമായിട്ട് നിങ്ങളുടെ ലൈഫ് ഒന്ന് കണ്ടു നോക്കി. ഇന്ന് രാവിലെ എഴുന്നേറ്റത് മുതൽ ഇന്ന് വൈകിട്ട് വരെയുള്ള ലൈഫ് ജസ്റ്റ്, അല്ലെങ്കിൽ ഇന്ന് അമേരിക്കയിലെ മീറ്റിംഗ് ആണെന്നാണ് നമ്മൾ ഇതിനെക്കുറിച്ച് വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇന്ന് രാവിലെ മുതൽ വൈകിട്ട് വരെയുള്ള ലൈഫ് ഒന്ന് നോക്കിക്കേ. നരകത്തിൽ പോകേണ്ട പല സമയങ്ങൾ കഴിഞ്ഞു.
അപ്പൊ ഈ പ്രസംഗിച്ച ആൾ എങ്ങനെ ആയിരിക്കും ജീവിക്കുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഹിസ് ലൈഫ് വുഡ് ബി ടോട്ടലി ഡിഫറെന്റ് അല്ലെ? എവിടെ? എല്ലാ മനുഷ്യരും ഒരു ജഡമേ ഉള്ളൂ. അവരവരനുഭവിക്കുന്ന സ്ട്രഗിൾ അവരവർക്ക് അറിയുള്ളൂ എന്നുള്ളതേ ഉള്ളൂ, ഹൃദയത്തിനകത്ത് കിടക്കുന്ന സാധനങ്ങൾ. ബട്ട് ധർമ്മോപദേശം പറഞ്ഞു വരുമ്പോ എന്താ സംഭവിക്കുന്നത്? നമ്മളെ നീതീകരിക്കുന്നത് എങ്ങനെയാന്ന് പറയാതെ, കരുണയുടെ വഴി എന്താ, കൃപയുടെ വഴി എന്താ, വിശ്വാസത്തിന്റെ വഴി എന്താന്ന് പറയാതെ ധർമ്മോപദേശം മാത്രം പറയുമ്പോൾ സംഭവിക്കുന്നത്, നമ്മൾ വേറെ എന്തോ ആണ് സ്ഥാപിച്ചെടുക്കുന്നത്. അതെന്താണെന്ന് ഈ പറയുന്നവർക്ക് പോലും അറിയില്ല എന്നുള്ളതാണ് പ്രശ്നം. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും മനസ്സിലായില്ലെങ്കിൽ ഒരു ചോദ്യം അതിന്റെ താഴെ ചാറ്റ് വിൻഡോയിൽ, ചാറ്റ് സെഷനിൽ നിങ്ങൾക്ക് ഇടാവുന്നതാണ്. ഇവിടെ പറയുന്നത് ധർമ്മോപദേശം ആർക്ക് വേണ്ടിയാണ്? അതിന് താഴെ പറയുന്നത് ഇങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണെന്ന് പറയുന്നു. ന്യായപ്രമാണമോ നീതിമാനുള്ളതല്ല. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ ന്യായപ്രമാണത്തിന് കീഴല്ല. ആരാണ് ന്യായപ്രമാണത്തിന് കീഴുള്ളവർ? നീതിമാന്മാരല്ല. പിന്നെ ആരാണ്? എന്തുകൊണ്ടായി നീതിമാനല്ല എന്ന് പറയുന്നത്? ന്യായപ്രമാണമോ നീതിമാനല്ല, നീതിമാനുള്ളതല്ല. Knowing this, that the law is not made for a righteous man. അങ്ങനെ എഴുതിയിരിക്കുന്നത്. അത് തന്നെ റോമാലേഖനത്തിൽ നമ്മൾ ഗലാത്യ ലേഖനത്തിലൊക്കെ കണ്ടത്. ന്യായപ്രമാണത്താൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുന്നില്ല. ന്യായപ്രമാണത്താൽ പാപത്തിന്റെ പരിജ്ഞാനം അത്രേ വരുന്നത്. കാരണം ന്യായപ്രമാണം ആർക്കുള്ളതാ? പാപികൾക്കുള്ളതാ. പാപത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കാനുള്ളത്. അടുത്ത വാക്യം നോക്കി. അധർമ്മികൾ, അഭക്തർ. ഇപ്പൊ എന്നോട് ഞാൻ പറഞ്ഞില്ലേ, ഇത് ഇവിടെ നിന്നുള്ള വിലയുള്ള സാധനങ്ങളൊന്നും കൊണ്ടുപോകരുത് എന്ന് എന്നോട് പറയുമ്പോൾ എനിക്ക് എന്താ ഓർമ്മ വന്നത്? ഓ, എന്റെ കർത്താവേ, ഞാനും മോഷ്ടിക്കാൻ സാധ്യതയുള്ള ഒരു മനുഷ്യനാണെന്നല്ലേ ഇവൻ ചിന്തിക്കുന്നതെന്നല്ലേ ഓർമ്മ വന്നത്. അപ്പൊ പാപത്തിന്റെ പരിജ്ഞാനം ഉണ്ടായതല്ലേ. അതുപോലെ ദൈവം, കർത്താവ് പൗലോസിനോട് പറയാണ്, നീ വ്യഭിചാരം ചെയ്യരുത്. പൗലോസ് നെഞ്ചത്ത് കഴിച്ചു, കർത്താവേ, ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? ഉണ്ട്. കാരണം ഏത് മനുഷ്യനും നിൽക്കുന്നതെന്ന് തോന്നുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളട്ടെ. അപ്പം കൽപ്പന വരുമ്പോ എന്താ ഉണ്ടാകുന്നത്? പാപത്തിന്റെ പരിജ്ഞാനം ഉണ്ടാകുന്നു. നിങ്ങളോട് ആരെങ്കിലും ഒരു കൽപ്പന പറയാണ്, ഇങ്ങനെ ചെയ്യണോട്ടോ എന്ന് പറയുവാണെങ്കിൽ അതിനർത്ഥം ചെയ്യാതിരിക്കാനുള്ള സാധ്യത ഉണ്ട്. ദർ ഇസ് എ പാപത്തിന്റെ പരിജ്ഞാനം. ഓക്കെ. ന്യായപ്രമാണമോ നീതിമാനല്ല. അധർമ്മികൾ, അഭക്തർ, അനുസരണം കെട്ടവർ, പാപികൾ, അശുദ്ധർ, ബാഹ്യന്മാർ, പിതൃഹന്താക്കൾ, മാതൃഹന്താക്കൾ, കൊലപാതകർ, ദുർനടപ്പുകാർ, പുരുഷമൈഥുനക്കാർ, നരമോഷ്ടാക്കൾ, ഭോഷ്ക് പറയുന്നവർ, കള്ളസത്യം ചെയ്യുന്നവർ എന്നീ വകക്കാർക്കും പത്യോപദേശത്തിന് വിപരീതമായ, കണ്ടോ എത്ര വ്യക്തമായ വാണിംഗാണ്. പത്യോപദേശത്തിന് വിപരീതമായി മറ്റേതിനും അത്ര വെച്ചിരിക്കുന്നതെന്ന് ഗ്രഹിച്ചുകൊണ്ട് അതിനെ ന്യായോചിതമായി ഉപയോഗിച്ചാൽ ന്യായപ്രമാണം നല്ലത് തന്നെ എന്ന് നാം അറിയുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴി തെറ്റിപ്പോകുന്നവരെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് ന്യായപ്രമാണം. നിങ്ങൾ ആത്മാവിനനുസരിച്ച് നടക്കുന്നുവെങ്കിൽ ന്യായപ്രമാണത്തിന് കീഴുള്ളവരല്ല. എന്നാൽ നിങ്ങൾ വഴി തെറ്റിപ്പോയാൽ നിങ്ങളുടെ ചെവിക്ക് പിടിക്കാൻ ഈ ന്യായപ്രമാണം അവിടെ തന്നെ കാണും. ദാറ്റ് മീൻസ് ന്യായപ്രമാണത്തിന് റോളുണ്ട്, പക്ഷെ അത് നീതിമാനുള്ളതല്ല. ഓക്കെ, അത് ഈ പറയുന്ന മോശം പ്രവൃത്തികളിലൂടെ ജീവിക്കുന്നവർക്കുള്ളതാണ്. നിങ്ങൾ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ ആരല്ല? ന്യായപ്രമാണത്തിന്റെ കീഴെ ഉള്ളവരല്ല. നിങ്ങളിൽ ദൈവത്തിന്റെ ന്യായപ്രമാണം നിവർത്തിക്കപ്പെടുകയാണ്. അതാണ് നമ്മൾ റോമാലേഖനം 8-ാം അധ്യായത്തിൽ കാണുന്നത്. നമുക്ക് ആ വാക്യം കൊണ്ടൊന്ന് വായിക്കാം. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം. ജഡത്തെ അല്ല, ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നിങ്ങളിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ. ന്യായപ്രമാണം കൊണ്ട് നീതി നിവൃത്തിയാകുന്നില്ല. ന്യായപ്രമാണത്തിനകത്തൊരു നീതിയുണ്ട്, അത് ആത്മാവിനനുസരിച്ച് നടക്കുമ്പോഴാണ് നിവൃത്തിയാകുന്നത്. അതുകൊണ്ടാണ് ആത്മാവിനനുസരിച്ച് നടക്കുന്നവര് ന്യായപ്രമാണത്തിന് കീഴല്ല. കാരണം അവരിൽ ദൈവത്തിന്റെ ന്യായപ്രമാണം നിറവേറിയിരിക്കുന്നു എന്ന് ഗലാത്യ ലേഖനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു. ഇപ്പോൾ ഗലാത്യ ലേഖനം എന്ന് ഞാൻ പറയുമ്പോൾ ഏത് ലേഖനം പഠിക്കുമ്പോഴും അതിനകത്ത് എല്ലാമുള്ള ക്രക്സ് ഓഫ് ദ അപ്പോസ്റ്റലിക് ടീച്ചിങ് എന്ന് പറയുന്ന എല്ലാ ലേഖനങ്ങളിലും ഒന്ന് തന്നെയാണ്. അത് യാക്കോബിന്റെ ലേഖനം എടുത്താലും പത്രോസിന്റെ ലേഖനം എടുത്താലും എല്ലാം ദാറ്റ് വൺ ബാക്ക് ബോൺ ഈസ് റണ്ണിങ് ത്രൂ ഓൾ ദിസ് സ്ട്രക്ചർ. ഓക്കെ,
ആ, ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ല. അപ്പൊ ജഡത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് ഇച്ഛിക്കുന്നതല്ല നടക്കുന്നത്, നമ്മുടെ പാപമാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്. ജഡത്തിന്റെ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴുള്ളവരല്ല. അപ്പൊ ജഡത്തിന് കീഴിൽ നടക്കുവാണെങ്കിലോ ന്യായപ്രമാണത്തിന് കീഴുള്ളവരാണ്. ഞാന് പലപ്പോഴും കേരളത്തിൽ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ഞാനും വൈഫും കൂടെ കാർ ഓടിച്ചു പോവാണെങ്കിൽ പോലീസുകാർ വഴി തടയൽ, ബൈക്കിൽ പോയാലും തടയൽ. അതേസമയത്ത് ഞാനും വേറൊരു ബ്രദറും കൂടെ പോവാണെങ്കിൽ തടയും. ചോദിക്കും എങ്ങോട്ടാ, എന്താ, കള്ളു കുടിച്ചിട്ടുണ്ടോ? ഞാൻ ചിലപ്പോൾ ഓർക്കും, എന്റെ ദൈവം മെഷീൻ വല്ലതും കേടായിട്ട് വല്ല ബീപ്പ് അടിച്ച എന്റെ അവസ്ഥ എന്തായിരിക്കും. പക്ഷെ ഭാര്യയായിട്ട് പോകുമ്പോൾ ഭാര്യ നോക്കിക്കോളുന്ന പോലീസുകാരനറിയാം, ഇയാളെ കുടിക്കാതെ, അല്ലെ? അപ്പോ ഇവിടെ കാണുന്നത് അവൻ ന്യായപ്രമാണത്തിന്റെ കീഴിലില്ല. ആരാ ന്യായപ്രമാണത്തിന്റെ കീഴിൽ ആരാ ഉള്ളത്? ആരുടെ മേലെ ന്യായപ്രമാണം അടിച്ചേൽപ്പിക്കപ്പെടുന്നത്? ഇവൻ കുടിച്ചിട്ടുണ്ടോ എന്ന സാധ്യത പോലീസുകാരന് തോന്നുമ്പോഴാണ് തടഞ്ഞു നിർത്തി പരിശോധിക്കുന്നത്. അവിടെയാണ് പ്രമാണം ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അതേസമയത്ത് ഭാര്യയും കുടുംബമായിട്ട് പോകുമ്പോൾ അറിയാം ഇവൻ എന്തായാലും മര്യാദയ്ക്ക് പൊക്കോളുമായിരിക്കും, വേറെ ദോഷത്തിനൊന്നും അല്ല. ഇങ്ങനെയാണ് കേരളത്തിൽ കേട്ടോ. അമേരിക്കയിലെ കാര്യം എനിക്കറിയാൻ പറ്റും. അപ്പൊ ഇവിടെ പോലീസുകാരങ്ങ് കടത്തിവിടും. അതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് പ്രതീക്ഷിക്കുന്നില്ല അത്. ഏതാ ഈ തല്ലിപ്പൊളി പരിപാടികളൊന്നും പ്രതീക്ഷിക്കുന്നില്ല കുടുംബമായിട്ട് യാത്ര ചെയ്യുന്നു. അതുകൊണ്ട് അവൻ ന്യായപ്രമാണത്തിന് കീഴിൽ അവനെ പെടുത്തുന്നില്ല. ദിസ് ഈസ് ദ സിമ്പിൾ പ്രിൻസിപ്പിൾ. നമ്മുടെ പിള്ളേരൊക്കെ വരുന്ന എവിടെയായാലും പോലീസുകാർ പിടിക്കും. അവരിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടായിരിക്കും അറിയാം. കാരണം അസംഷനാണ് അവന് ന്യായപ്രമാണം കൊണ്ട് അവൻ ആവശ്യമുണ്ട്, ഈ ന്യായപ്രമാണം അവന്റെ മേൽ ഇംപ്ലിമെന്റ് ചെയ്യേണ്ട കാര്യമുണ്ട്. അതേസമയത്ത് ആത്മാവിനാൽ നടക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് ന്യായപ്രമാണം നിറവേറേണ്ട കാര്യമില്ല. അത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം എന്താണ്? അവൻ അതിലും വലിയൊരു ആത്മാവിന്റെ പ്രമാണത്താൽ സഹോദരനെ സ്നേഹിക്കണമെന്നുള്ള ഒരു അത്യത്ഭുതകരമായ ഒരു പ്രമാണത്തിന് കീഴിൽ പിടിക്കപ്പെട്ടവനാണ്. അങ്ങനെ ഒരു പ്രമാണത്താൽ പിടിക്കപ്പെട്ടവനെ സംബന്ധിച്ച് നീ മോഷ്ടിക്കരുത് കേട്ടോ എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം എന്താണ്? ഇവൻ എന്റെ കയ്യിലുള്ളതും കൂടെ സഹോദരന് കൊടുക്കാൻ വേണ്ടിയാണ് നടക്കുന്നത്. ഈസ് നോട്ട് അണ്ടർ ദാറ്റ് ലോ, അല്ലെ? നമ്മുടെ കയ്യിലുള്ളത് വിറ്റ് ദരിദ്രന് കൊടുക്കണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്ന ഒരുത്തിനെ സംബന്ധിച്ച് മോഷ്ടിക്കില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ല കഥയുണ്ടോ അതിനകത്ത്? സോ ദാറ്റ്സ് ഹൗ വി എസ്കേപ്പ് ഫ്രം ദ ലോ. അതല്ലാതെ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്നാ ചെയ്താൽ ആരും ചോദിക്കുക എന്നുള്ളതല്ല ഈ നിയമത്തിൽ നിന്നുള്ള രക്ഷപ്പെടൽ എന്ന് പറയുന്നത്. ദാറ്റ്സ് അവർ മിസ്അണ്ടർസ്റ്റാൻഡിങ്. നമ്മളിവിടെ കിടന്ന് സ്ട്രഗിൾ ചെയ്യുന്ന മുഴുവൻ ഈ കർത്താവിന്റെ സ്നേഹമെന്ന നീതി നിവർത്തിക്കാൻ വേണ്ടിയാണ്. അത് നിവർത്തിക്കാൻ വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്ന ആളോട് ഒരു കൽപ്പനയും പറയേണ്ട കാര്യമില്ല. ദാറ്റ് മീൻസ് എവറി കൽപ്പന ഈസ് ഇൻക്ലൂഡ് ഇൻ ദാറ്റ് വൺ കൽപ്പന. ഓക്കെ. അപ്പൊ ഇവിടെ പറയുന്നത്, ഇവിടെ ഈ തിമോത്തിയോസിന്റെ ലേഖനത്തിന്റെ ഒരു റിഫ്ലക്ഷൻ ആണ് ഇവിടെ കാണുന്നത്. ആർക്കുള്ളതാണ് ന്യായപ്രമാണം? ന്യായപ്രമാണം എന്ത് ഇങ്ങനെയുള്ളവർക്കുള്ളതാണ്. ജഡത്തിന്റെ പ്രവൃത്തികളിൽ ജീവിക്കുന്നവർക്കുള്ളതാണ്, ആത്മാവിന്റെ പ്രവൃത്തികളുള്ളവർക്കുള്ളതല്ല. എന്താണ് ജഡത്തിന്റെ പ്രവൃത്തികൾ? ആരെയാണ് ന്യായപ്രമാണം വെച്ച് പിടിക്കേണ്ടത്? ആരുടെ മേളിലാണ് മോശയുടെ പ്രമാണം? ഉദാഹരണത്തിന് കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയകാഠിന്യ നിമിത്തമാണ് മോശ ഇങ്ങനെ പറഞ്ഞു. അപ്പം ആർക്കുള്ളതാണ് ന്യായപ്രമാണം? ഹൃദയകാഠിന്യമുള്ളവർക്കുള്ളതാണ്. കർത്താവ് പറഞ്ഞു ഹൃദയകാഠിന്യമുള്ളവർക്ക് വേണ്ടിയുള്ളതല്ല. കർത്താവ് പറഞ്ഞ പ്രമാണം തകർക്കപ്പെട്ടവർക്കും ആത്മാവിൽ ദരിദ്രരായവർക്കും കർത്താവിന്റെ നീതിക്ക് വേണ്ടി ദാഹിക്കുന്നവർക്കും നീതി നിറവേറാൻ വേണ്ടി ഞരങ്ങുന്നവർക്കുള്ളതാണ് കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ. എന്നാൽ മോശയുടെ ന്യായപ്രമാണം മോശ അങ്ങനെ പറയാൻ കാരണം നിങ്ങളുടെ ഹൃദയകാഠിന്യ നിമിത്തമാണ് എന്ന് കർത്താവ് പറയുന്നു. നിങ്ങൾ ഇങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ, ഞാനോ നിങ്ങളോട് പറയുന്നത് എന്ന് പറഞ്ഞ് ഹൃദയകാഠിന്യം ഇല്ലാതെ രക്ഷിക്കപ്പെടുന്ന, ഹൃദയം തകർക്കപ്പെട്ട, ആ നീതിക്ക് വേണ്ടി വിശന്ന് ദാഹിക്കുന്ന ദൈവമക്കളോട് കർത്താവ് ആവശ്യപ്പെടുന്നത് വേറൊരു പ്രമാണമാണ്, ആത്മാവിന്റെ പ്രമാണമാണ്. ഇപ്പോൾ ജഡത്തിന്റെ പ്രവൃത്തികൾ നടക്കുന്നവരോട് മോശയാണ് ഇപ്പോഴും സംസാരിക്കുന്നത്. രാജ്യത്തിന്റെ നിയമങ്ങളാണ് ഇപ്പോഴും സംസാരിക്കുന്നത്. ആരാണ് ജഡത്തിന്റെ പ്രമാണം അനുസരിച്ച് നടക്കുന്നവർ? 19-ാം വാക്യം. ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന. അത് ദുർനടപ്പ് എന്നുള്ളത് അഡൽട്രി എന്നാണ്, വ്യഭിചാരം. ഈ രണ്ടു തരത്തിൽ ദുർനടപ്പുണ്ട്. നമുക്ക്
ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം എന്ന് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് കിങ് ജെയിംസ് വേർഷനിൽ ഇങ്ങനെയാണ്: അഡൽട്ടറി, ഫോർണിക്കേഷൻ ആൻഡ് അൺക്ലീൻനെസ്. ഓക്കെ, അഡൽട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹം എന്ന കവനന്റിനെ ലംഘിക്കുന്നതാണ് അഡൽട്ടറി. ഫോർണിക്കേഷൻ എന്ന് പറയുന്നത് വിത്തൗട്ട് എനി കവനന്റ് സെക്ഷൽ ആക്ടിവിറ്റിയിൽ ഏർപ്പെടുന്നതാണ്. അഡൽട്ടറി എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബ്രേക്കിംഗ് ഓഫ് എ കവനന്റ് ബിറ്റ്വീൻ എ മാൻ ആൻഡ് എ വുമൺ. ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള കവനന്റ് ബ്രേക്കിംഗ് ആണ് അഡൽട്ടറി എന്ന് പറയുന്നത്. അത് ദൈവത്തിനുള്ള കവനന്റ് ബ്രേക്കിംഗ് ആണ്, കാരണം ദൈവം ആ കവനന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. അതുപോലെ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഫോർണിക്കേഷൻ, അശുദ്ധി എന്ന വാക്ക്, അത് ഫോർണിക്കേഷൻ എന്നുള്ള വാക്കാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് കവനന്റ് ഇല്ലാതെയുള്ള റിലേഷൻഷിപ്പാണ്. മേ ബി അൺമാരീഡ്, പക്ഷെ വിവാഹത്തിൽ ഏൽപ്പിക്കപ്പെടാത്ത ഒരാളുമായി, കവനന്റ് ഇല്ലാത്ത ഒരാളുമായിട്ടുള്ള ബന്ധമാണ് ഫോർണിക്കേഷൻ എന്ന് പറയുന്നത്. ഉടമ്പടി പ്രകാരം എന്റെ ആരുമല്ല, ഉടമ്പടിയിൽ എനിക്ക് ഏൽപ്പിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരാളോട് തോന്നുന്നതും ഒരാളുമായിട്ടുണ്ടാകുന്നതുമായ ബന്ധത്തെയാണ് നമ്മൾ ഫോർണിക്കേഷൻ എന്ന് പറയുന്നത്. മലയാളത്തിൽ അതിനൊരു വാക്കുണ്ടോ എന്ന് എനിക്കറിയാം. അടുത്ത് ദുഷ്കാമം. അത് എല്ലാ ലൈംഗികമായ ഡൈവേർഷൻസ് ആണ്. ഡൈവേഴ്സീവ് ചിന്തകൾ, അതായത് ലൈംഗിക ബന്ധത്തിലേക്ക് ഒരുപക്ഷെ എത്തുന്നില്ലായിരിക്കാം, പക്ഷെ ഹൃദയത്തിലുണ്ടാകുന്ന അങ്ങനെയുള്ള ലസ്റ്റ്ഫുൾ തോട്ട്സ്, അതിനെയാണ് അവിടെ ദുഷ്കാമം എന്ന വാക്കുകൊണ്ട് ഉപയോഗിച്ചത്. അൺക്ലീൻനെസ്, ലാഷിവിയസ്നെസ്, ഓക്കെ, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ. ഈ വെറിക്കൂത്ത് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അവിടെ ഉദ്ദേശിക്കുന്നത് റെവൽറി എന്ന വാക്കാണ്. റെവൽറി. ഈ റെവൽറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ചെറിയൊരു തമാശ പറഞ്ഞ് ചിരിക്കുന്നതല്ല വെറിക്കൂത്ത് എന്ന് പറയുന്നത്. നമുക്കറിയാമല്ലോ, ഒരു എന്താ പറയുന്നത്, മദ്യപാനം, വെറിക്കൂത്ത്, ഇത് രണ്ടും കൂടെ മിക്സ് ആയിട്ട് പോകുന്ന കാര്യമാണ്. അങ്ങ് ആഘോഷിക്കുക എന്ന് പറയല്ലേ നമ്മൾ, ഭയങ്കര ആഘോഷകരമായ എൻജോയ്മെന്റ്. അപ്പൊ നിങ്ങളിലേക്ക് ഈ കർത്താവിന് ആഘോഷങ്ങളോടൊക്കെ വിരോധമാണ്. സാമാന്യമായിട്ടൊക്കെ നമ്മൾ എന്തെങ്കിലും ഒരു ബർത്ത്ഡേക്ക് ഒരു കേക്ക് മുറിക്കുന്നോ, അല്ലെങ്കിൽ ഒരു ഇത്തിരി സന്തോഷമായിട്ടൊരു തമാശ പറയുന്നോ, ആൾക്കാർ കുടുംബമായിട്ട് കൂട്ടിയിരുന്ന് വർത്താനം പറയുന്നോ ഒന്നും അല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ എൻജോയ്മെന്റിന് വേണ്ടി ഡെലിബറേറ്റ് ആയിട്ട് ചെയ്യുന്ന പരിപാടികളാണ്. പാർട്ടിങ്, എന്താ പറയുന്നത്, പബ് അല്ലെ, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ എറണാകുളത്ത് ഉണ്ടെന്നുള്ളതല്ലാതെ എനിക്കൊന്നും അറിയത്തില്ല. അവിടെ എന്താ ഡാൻസ്, ഇങ്ങനെയുള്ള റെവലിങ്സിന് വേണ്ടി മാത്രം. അതായത് ഈ ഒരു പ്ലഷർ സീക്കിംഗ്. നമ്മൾ ഈ പ്ലഷർ സീക്കിംഗ് എന്നുള്ള വാക്ക് മലയാളത്തില് ഒരു വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: കാമുകിയായിരിക്കുന്നവൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചവളെ പോലെയാണ്. ഇപ്പൊ ഞാനത് കാമുകനായിരിക്കുന്നവനോ അതിനെ കുറിച്ച് പറയുന്നു. എന്തെങ്കിലും ആട്ടെ, ഇത് കാമുകിയായിരിക്കുന്നവൾ ജീവിച്ചിരിക്കുമ്പോൾ ചത്തവളാന്ന്. അപ്പൊ ഞാൻ വിചാരിച്ചു, അതാണ് ഒരു സ്ത്രീയോ പുരുഷനോ തമ്മിൽ ഇഷ്ടപ്പെട്ട ഒരാള് കാമുകിയില്ല അവർ ആയിരുന്നു കഴിഞ്ഞാൽ അവൻ ചത്തവൾ, അങ്ങനെയൊക്കെയാണോ ബൈബിൾ പറഞ്ഞേക്കുന്നത് എന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചു. പിന്നെയാണ് അത് ഇംഗ്ലീഷ് വായിച്ചപ്പം വൺ ഹു സീക്സ് പ്ലഷർ ഈസ് ഡെഡ് വൈൽ ഷീസ് അലൈവ് എന്നാണ്. അതായത് സുഖം അന്വേഷിക്കുന്നയാള് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ചത്തവളാണ് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. വൺ ഹു സീക്സ് പ്ലഷർ എന്നാണ്. നമ്മൾ ആഹാരം കഴിക്കുമ്പോഴേ നമുക്ക് തന്ന ആഹാരത്തിന് സ്തോത്രം ചെയ്ത് കഴിക്കുന്നതിന് പകരം അതൊരു പ്ലഷറിന് വേണ്ടി ആകുന്ന ആലോചിക്കും. മലയാളിയുടെ ഒരു പ്രത്യേകതയാണ്, അവൻ എന്തെങ്കിലും കഴിച്ചാൽ പോരാ അല്ലേ. നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ എവിടെയെങ്കിലും കഴിച്ചിരുന്ന എന്തെങ്കിലും കഴിച്ചു കൊടുക്കും. ഒരു ചോറോ ഒരു കറി മതി, അല്ല ഒരു ചപ്പാത്തി, 2 ചപ്പാത്തി, ദാൽ കറി മതി, ഇനഫ്. അത് 24 ദിവസം 30 ദിവസം 24 മണിക്കൂർ അതായാലും കുഴപ്പമില്ല. നമുക്കങ്ങനെയല്ല.
നമുക്ക് ഒരു ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ് പിറ്റേ ദിവസം ആവർത്തിക്കുക എന്ന് പറയുന്ന പ്ലഷർ സെൻസിനെ ബാധിക്കുന്നവരാണ്. നമുക്ക് ഒരു ദിവസത്തെ കറി പിറ്റേ ദിവസം കഴിക്കാന്ന് പറഞ്ഞാൽ ഇതേ ഉള്ളോ ഇവിടെ എന്ന് ചോദിക്കുന്നവരാണ്. വല്ലപ്പോഴും ഒരു വെറൈറ്റി അല്ല, നമ്മുടെ ഈ പാലറ്റ് എന്ന് പറയുന്നത്, നമ്മുടെ രുചി എന്ന് പറയുന്നത് ഭയങ്കര കൊതിയന്മാരാണ്. അതായത് എമൗണ്ട് ഓഫ് ഫുഡ് എന്നുള്ളതിനേക്കാളും കൈൻഡ് ഓഫ് ഫുഡ്, അതും ഗ്ലട്ടണിയുടെ ഭാഗമാണ്. ഈ മലയാളിയുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ, നമുക്കൊരു ഉച്ചയൂണിന് ചെന്ന് കഴിഞ്ഞാൽ അവൻ ശ്വാസം മുട്ടി മരിക്കും. കാരണം അതുപോലത്തെ ഫുഡായിരുന്നു. ഞാൻ അനുഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പറയുന്നത്. ഓരോ വീടുകളിൽ ചെല്ലുമ്പോൾ ആഹാരം ഇങ്ങനെ നേരത്തെ അത് ഒരു കറി കൊണ്ടൊന്നും ആരും തൃപ്തരല്ല. അതിലേതെങ്കിലും ഒന്ന് കുറഞ്ഞു പോയോ, ഇത് ശരിയായോ എന്നാണ് വീട്ടമ്മയുടെ ഉത്കണ്ഠ. ആ ഉത്കണ്ഠയും പാവമാണ്. എന്തുകൊണ്ട് പാവമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ശരിയായില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇത് ശരിയാകണം എന്താ ഇത്ര നിർബന്ധം? നമ്മൾ നല്ലതുണ്ടാക്കി കഴിച്ചോ, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതൊരു ഭയങ്കര റെവൽറി, ഒരു പ്ലഷർ എൻജോയ്മെന്റ് ആയിട്ട് മാറരുത്. വൺ ഹു സീക്സ് പ്ലഷർ, ആഹാരം കഴിക്കുന്ന കാര്യത്തിൽ മാത്രമല്ല, വസ്ത്രധാരണത്തിൽ, ജീവിതത്തിന്റെ ഓരോ ഘടകങ്ങളിൽ ഈ പ്ലഷർ സീക്കിംഗ്, പ്ലഷർ ഉണ്ട് പലതിലും, ഇല്ലെന്നല്ല. പക്ഷെ അതൊരു അജണ്ടയായിട്ട് മാറി അതൊരു ആഘോഷമാക്കി മാറ്റുമ്പോൾ അതൊരു ജഡത്തിന്റെ പ്രവൃത്തിയാണ്. തീർച്ചയായിട്ടും ജഡത്തിന്റെ പ്രവൃത്തിയാണല്ലോ, ജഡത്തിന്റെ പ്രവൃത്തിയാണ്. ഓക്കെ, അപ്പൊ ഈ ജഡത്തിന്റെ പ്രവൃത്തി വരുന്ന എന്തായാലും ആത്മാവിൽ നിന്നല്ല, അത് ജഡത്തിൽ നിന്ന് തന്നെയാണ് വരുന്നത്. അപ്പൊ ജഡത്തിന്റെ പ്രവൃത്തികൾ എന്ന് പറയുന്നതിന്റെ ലിസ്റ്റ് ഞാൻ എടുത്തു പറഞ്ഞത് നമ്മളെല്ലാം സാധാരണ നോർമലായിട്ട് കരുതുന്ന കാര്യങ്ങൾ. ഈ നോർമലായിട്ട് കരുതുന്ന കാര്യങ്ങൾ ഇവിടെ നമ്മൾ ഒരിക്കലും ചെയ്യാത്ത ചില കാര്യങ്ങളുണ്ട്. ആഭിചാരം, ഇനി അതുകൊണ്ടോന്ന് അറിയാൻ വേണ്ട. ആഭിചാരം, പക, അതൊക്കെ ഉണ്ടല്ലേ. പിണക്കം, ജാരശങ്ക, സംശയരോഗം. നിങ്ങൾ ആരെങ്കിലും സംശയരോഗത്തിന് അടിമയാണോ? വീട്ടിൽ ഭാര്യ സംശയിക്കുന്നുണ്ടോ, ഭർത്താവിനെ സംശയിക്കുന്നുണ്ടോ? വളരെ സൂക്ഷിച്ചോണം. കാരണം അത് ഒരു ജഡത്തിന്റെ പ്രവൃത്തിയാണ്. അത് അവരുടെ കുഴപ്പമല്ല, നമ്മുടെ കുഴപ്പമാണ്. നിങ്ങൾ ആരെയാണോ സംശയിക്കുന്നത് അവരുടെ കുഴപ്പമല്ല, അത് നിങ്ങളുടെ കുഴപ്പമാണെന്നാണ്. If you have doubt about questions about moral conduct of your husband or wife, it's your problem. ആ ജാരശങ്ക എന്ന് പറയുന്നത് തന്നെ ആ ജഡത്തിന്റെ പ്രവൃത്തിയാണ്. അപ്പം ഇതെല്ലാം ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, രണ്ട് പാർട്ടികളായിട്ട് തിരിയുന്നത്. ഒരു സഭയിൽ രണ്ട് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ജഡമാണ് വർക്ക് ചെയ്യുന്നത്. അത് ഇന്ന് കേരളത്തിലെ പല പെന്തക്കോസ്റ്റ് ചർച്ചുകളിലും പ്രസംഗിക്കുമ്പം പ്രയോജനമില്ലാതെ പോകുന്നതിന്റെ ഒരു കാര്യം അതെല്ലാം സ്പ്ലിറ്റ് ആണെന്നുള്ളതാണ്. രണ്ടും മൂന്നുമായിട്ട് സ്പ്ലിറ്റ് ആയിരിക്കുന്ന ഒരു സഭയിൽ ഒരിക്കലും കർത്താവിന്റെ ഒരു വചനവും ക്രിയ ചെയ്യത്തില്ല. ബിക്കോസ് ദേ ആർ ഓൾ കാർണൽ പീപ്പിൾ ഫൈറ്റിംഗ് വിത്ത് വൺ അനദർ. അവിടെ കർത്താവിന്റെ കാര്യം പറഞ്ഞാലൊന്നും ഏൽക്കുകയില്ല. ഓക്കെ, മുതലായവെന്ന് വെളിവാകുന്നു, ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുൻപ് കൂട്ടി പറയുന്നു. അപ്പം ന്യായപ്രമാണത്താലല്ല എന്ന് പറയുമ്പോൾ ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്നാ പിന്നെ എങ്ങനെയെങ്കിലും ജീവിച്ചാൽ പോരെ? അപ്പൊ പൗലോസ് പറയുന്ന മറുപടിയാണ്, ഈ വക പ്രവർത്തിക്കുന്നവൻ ഒരിക്കലും ദൈവരാജ്യം അവകാശമാക്കുകയില്ല. അത് എന്തുകൊണ്ടാണ്? ഇവിടെ നമുക്കിത് ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കിയില്ല. എനിക്ക് തോന്നുന്നു ആദ്യം നമ്മള് ഇംഗ്ലീഷിൽ സംസാരിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഇത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതായിട്ട് എനിക്കൊരു ചെറിയൊരു ഓർമ്മയുണ്ട്. ഓക്കെ, എന്താണ് ഈ ദൈവരാജ്യം അവകാശമാക്കുന്നത്? ബലമായിട്ട് ചെയ്യുന്ന ബലാത്കാരികൾ ദൈവരാജ്യത്തെ ബലമായി പിടിച്ചെടുക്കും. ഈ ദൈവരാജ്യം അവകാശമാക്കാൻ, ദൈവരാജ്യം നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട്. അത് അവകാശമാകണമെങ്കിൽ നമുക്കൊരു സോബർ മൈൻഡ് വേണം, കർത്താവിനെ അന്വേഷിക്കുന്ന ഒരു ഹൃദയം വേണം, ദൈവം എന്താണ് പറയുന്നതെന്ന് കേൾക്കാനുള്ള സോബ്രൈറ്റി നമ്മുടെ മനസ്സിനുണ്ടാകണം. കള്ളു കുടിച്ച് പൂസായിരിക്കുന്നവനോട് ആത്മാവ് എന്ത് പറഞ്ഞാലും അവന് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് പുതിയ നിയമത്തില് മദ്യം കഴിക്കരുത് എന്ന് പറയാൻ കാരണം ഒരു സ്മോൾ പെഗ് എന്നല്ല അതിന് പറയുന്നത്, പോലും നമ്മുടെ ആത്മാവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കട്ട് ചെയ്ത് കളയാം.
ദാറ്റ് മീൻസ് വി ആർ ലിവിങ് ഇൻ ദ ഫ്ലഷ്. നമ്മളത് അകത്തോട്ട് ചെന്ന് കഴിയുമ്പോൾ വി ആർ ലിവിങ് ഇൻ ദ ഫ്ലഷ്. ആത്മാവിനൊന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. ആത്മാവിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ മനസ്സ് പൂർണ്ണമായിട്ട് സോബർ ആയിരിക്കണം. അതിന് പൊതുനിയമത്തിൽ പറഞ്ഞ നിർമ്മതരായിരിക്കുന്ന, യാതൊരു തരത്തിലുള്ള മതവും ഉണ്ടാകരുത്, മതം പിടിക്കരുത്. അത് കള്ളു കുടിച്ച് മതം പിടിക്കരുത് മാത്രമല്ല, ഒന്നിനോടും ആസക്തിയുള്ള ഹൃദയങ്ങളോട് ആത്മാവിന് ഇടപെടാൻ, ആത്മാവിന്റെ ശബ്ദം കേൾക്കാൻ പ്രയാസമാണ്. ഇഫ് യു ആർ എനാമേഡ് ബൈ എനിത്തിങ് ഓർ ഒബ്സസ്ഡ് ബൈ എനിത്തിങ്, ആത്മാവിന്റെ ശബ്ദം കേൾക്കാൻ കഴിയില്ല. അതുകൊണ്ട് മനസ്സ് സോബർ ആയിരിക്കുക എന്ന് പറയുന്നത് പുതിയ കൽപ്പനയാണ്. ഓക്കെ, അപ്പോൾ മനസ്സ് സോബർ അല്ല, മനസ്സ് പലതിനാൽ വ്യാകുലപ്പെട്ടിരിക്കുകയാണെങ്കിൽ, ഇവൻ ഉപജീവന ചിന്ത പോലും, നമ്മുടെ മനസ്സ് ആങ്ഷ്യസ് ആയിരിക്കും. എന്താ സംഭവിക്കുന്നത്? ദൈവത്തിന്റെ രാജ്യം അവകാശമാക്കാൻ സാധിക്കില്ല. ഈ ദൈവരാജ്യം എങ്ങനെ നമ്മൾ അവകാശമാക്കും? ദൈവത്തിന്റെ രാജത്വത്തിന് കീഴടങ്ങി ഈ പരിപാടികൾ ചെയ്യുന്നവരെ കൊണ്ട് നടക്കില്ല. അപ്പോൾ നമ്മൾ ദൈവത്തിന്റെ രാജ്യത്തിലാവുക എന്ന് പറയുന്നത് ടു ഹാവ് എ സോബർ മൈൻഡ്, അൺകൺസേൺഡ് അബൌട്ട് വാട്ട് വിൽ ഹാപ്പൻ. ഇപ്പൊ ദൈവത്തിന്റെ രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം രാജാവാണല്ലോ. അപ്പൊ പിന്നെ നമ്മൾ ചുറ്റും നടക്കുന്നതിനെ കുറിച്ചൊന്നും കൺസേൺഡ് അല്ല. ഇങ്ങനെയുള്ള അനേകം വിശുദ്ധന്മാർ നമ്മുടെ ചുറ്റുമുണ്ട്. യോഹന്നാൻ സ്നാപകൻ പറഞ്ഞ പോലെ അവരുടെ ഒന്നും വാറു കുനിഞ്ഞഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. ദാറ്റ്സ് ഹൗ ദ ലോർഡ് ബിൽഡ്സ് ഹിസ് കിങ്ഡം. അപ്പോൾ ദൈവരാജ്യം അവകാശമാക്കുക എന്ന് പറയുന്നത് നമ്മൾ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നവരാണ് ദൈവരാജ്യം അവകാശമാക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ രാജ്യം ബലമായി നമ്മൾ പിടിച്ചെടുക്കുന്ന ആത്മാവിൽ ജീവിക്കുമ്പോഴാണ്. when you listen to the voice of the spirit, നമ്മളപ്പോൾ ജഡത്തിന്റെ പ്രവൃത്തികൾ ചെയ്യുകയില്ല. ഓക്കെ, ഐ തിങ്ക് ദാറ്റ്സ് ക്ലിയർ ആണ്. അവർ ദൈവത്തിന്റെ രാജ്യം അവകാശമാക്കില്ല. അവർക്ക് അതിന്മേലൊരു അവകാശം ലഭിക്കുന്നില്ല. ദാറ്റ് മീൻസ് അവർക്ക് അത് അനുഭവിക്കാൻ പറ്റുന്നില്ല. ദൈവത്തിന്റെ രാജ്യം അനുഭവിക്കാൻ കഴിയുന്നില്ല. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല. ദാറ്റ് മീൻസ് നിങ്ങൾ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയാണെങ്കിൽ നിങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ഇതൊക്കെ ആയിരിക്കണം. ഇങ്ങനെ പുറപ്പെടുന്ന ഒരാളെ സംബന്ധിച്ച് അതിന് എതിര് നിൽക്കാൻ യാതൊരു ന്യായപ്രമാണവും ലോകത്തിലൊരിടത്തും ഇല്ല. അതുകൊണ്ട് ആത്മാവിൽ ജീവിക്കുന്നവനെ സംബന്ധിച്ച് ഹീസ് നോട്ട് അണ്ടർ ദ ലോ, ഹീസ് ഫുൾഫില്ലിംഗ് ദ ലോ. ഓക്കെ, അവൻ നിയമത്തിന്റെ കീഴിലല്ല, അവൻ നിയമത്തിന് മുകളിൽ ന്യായവിധിയെ ജയിച്ചു പ്രശംസിച്ച കരുണയാൽ സ്വാതന്ത്ര്യത്തിന്റെ ന്യായപ്രമാണത്തെ വിട്ടു നോക്കുന്നവനാണ്. And this is Christian life, living by the Spirit, not living by the law. അപ്പൊ നിയമത്താൽ നീതീകരിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലോ കൃപയുടെ തലത്തിൽ നിന്ന് താഴോട്ട് വീണു. അപ്പോൾ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയാണെങ്കിൽ നമ്മൾ ജഡത്തിന്റെ മോഹത്തെ നിവർത്തിക്കില്ല. ഈ വാക്യങ്ങൾ എന്നെ തന്നെ, ഇന്നലത്തെ എന്റെ അനുഭവം, ഇവരുടെ അനുഭവങ്ങളെല്ലാം എന്നെ തന്നെ വെല്ലുവിളിക്കുന്നതായിട്ട്, ചലഞ്ച് ചെയ്യുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെടുന്നു. Because we all need to get hold of the kingdom of God. ദൈവം രാജാവായിരിക്കുന്നതിന്റെ മനോഹരത്വം, അവൻ എല്ലാറ്റിന്റെയും കൺട്രോൾ അവന് ലഭിക്കുന്നതിന്റെ, എല്ലാറ്റിന്റെയും കൺട്രോൾ അവന് ലഭിക്കുന്നതിന്റെ മനോഹരത്വം, അതിന്റെ സമൃദ്ധി, അതിന്റെ സന്തോഷം ഒക്കെ അത് അനുഭവിക്കാൻ നമുക്ക് ഈ ലോകത്ത് കഴിയണം. ഈ ലോകത്ത് കഴിയണം. അത് നിത്യമായ ഒരു സമാധാനത്തിലേക്ക് നമുക്ക് പോകാനും പറ്റും. അപ്പൊ ദൈവരാജ്യം എന്ന് പറയുന്നത് ആത്മാവിന്റെ ഫലമാണ്. ആത്മാവിന്റെ ഫലമായാണ് ഇവിടെ ദൈവരാജ്യം എന്ന് പറയുന്നത്. അതായത് ജഡത്തെ അനുസരിച്ച് നടക്കാത്തവൻ ആത്മാവിനനുസരിച്ച് നടക്കുന്നവർ അനുഭവിക്കുന്ന രാജ്യത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇറ്റ്സ് നോട്ട് സ്പീക്കിംഗ് അബൌട്ട് എറ്റേണൽ കിങ്ഡം, സ്പീക്കിംഗ് അബൌട്ട് ദ കിങ്ഡം ഓഫ് ഗോഡ് ദാറ്റ് വി എക്സ്പീരിയൻസ് ഹിയർ. നിത്യരാജ്യം എന്നുള്ള വാക്കിലല്ല ഇവിടെ ഉപയോഗിക്കുന്നത്. ദൈവം രാജാവായിരിക്കുന്ന ആ ബ്ലിസ്ഫുൾ സ്റ്റേജിനെ കുറിച്ചാണ് പറയുന്നത്. അത് ഇവിടെയോ അവിടെയോ എന്നുള്ളതല്ല. നമ്മൾ ഇന്ന് ജീവിക്കുന്ന പശ്ചാത്തലത്തിൽ ദൈവത്തിന്റെ രാജത്വം
നമ്മൾ അനുഭവിക്കുക എന്നുള്ളതാണ് ഈ വാക്യം നമ്മളെ പഠിപ്പിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ആത്മാവിന്റെ ഫലമോ, സിംഗിൾ ഫ്രൂട്ട് ഫലമോ, സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയാ, പരോപകാരം, വിശ്വസ്ത, സൗമ്യത, ഇന്ദ്രിയജയം. ഇതാണ് ഫലം. 9 ഇതളുകളുള്ള ഒരു ഫലം, 9 അല്ലികളുള്ള ഒരു ഫലം. അത് ആത്മാവിനനുസരിച്ച് നടക്കുന്നവരിൽ പ്രൊഡ്യൂസ്ഡ് ആകുന്നു. സ്നേഹം മാത്രമായിട്ടല്ല, സ്നേഹത്തോടുകൂടെ തീർച്ചയായിട്ടും സൗമ്യത ഉണ്ടാവും, വിശ്വസ്തത ഉണ്ടാവും, പരോപകാരം ഉണ്ടാവും, അല്ലെ? ദയാ, പരോപകാരം, വിശ്വസ്തത, ഇതെല്ലാം പരസ്പരം ഒന്ന് തന്നെയാണ്. സംഗതി സത്യം പറഞ്ഞ ഒരൊറ്റ കാര്യം അത് പല ഷെയ്ഡിൽ അറിയപ്പെടുന്നു മാത്രമേ. സ്നേഹം എന്ന് പറയുന്നത് തന്നെയല്ലേ സമാധാനം, ദീർഘക്ഷമ സ്നേഹമാണ്. എന്താ ദീർഘക്ഷമ എന്ന് പറയുന്നത്? ഒരു മനുഷ്യനെ ദീർഘമായി അവനെ ബെയർ ചെയ്യുക, സഹിക്കുക. ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല, സഹിക്കുക. ബെയറിങ് ഹിം. ഓക്കെ, അപ്പൊ ക്രിസ്തു യേശുവിനുള്ളവർ ദൈവരാജ്യം അവകാശമാക്കാൻ വേണ്ടി എന്ത് ചെയ്തിരിക്കുന്നു? അവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടി ക്രൂശിച്ചിരിക്കുന്നു. അപ്പൊ ക്രൂശിച്ചിരിക്കുന്ന ആരാണ് എന്നൊരു ചോദ്യം വരും ഇവിടെ. ഓക്കെ, and they that are Christ have crucified the flesh with the affections and lusts. അവരുടെ ജഡത്തെ അതിന്റെ രാഗമോഹ, അത് ഇംഗ്ലീഷിൽ പറയുമ്പോൾ രാഗമോഹ സ്നേഹാദികളോട്, സ്നേഹത്തോടും കൊതികളോടും കൂടി എന്നാണ് ശരിക്കും. കിങ് ജെയിംസ് ട്രാൻസ്ലേറ്റ് ചെയ്താൽ അങ്ങനെയാണ്. എന്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്ന മലയാളവും കിങ് ജെയിംസും കൂടെ ചേർന്നാണ്. ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന മലയാളവും ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് വേർഷൻ ചേർന്നിട്ടുണ്ട്. അതനുസരിച്ച് ആണ് ഞാൻ സംസാരിക്കുന്നത്. ഓക്കെ, and they that are Christ have crucified the flesh with the affections and lusts. അതായത് ജഡത്തിന് തോന്നുന്ന ആഗ്രഹങ്ങളോട്, സ്നേഹത്തോട്, ജഡത്തിന് എന്തിനോടാണോ അഫിനിറ്റി തോന്നുന്നത് അതിനെയും ആ കൊതികളോടും കൂടെ ഞാൻ ഈ ജഡത്തെ ക്രൂശിച്ചിരിക്കുന്നു. ഞാൻ ക്രൂശിച്ചിരിക്കുന്നു പറഞ്ഞ അർത്ഥം ഞാൻ ആണിയടിച്ച് തറച്ചു എന്നുള്ളതല്ല, ഞാൻ കർത്താവിന്റെ ക്രൂശിലേക്ക് അതിനെ കാസ്റ്റ് ചെയ്യുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അതായത് I have abandoned my flesh onto the cross of Christ. അത് വിശ്വാസത്താൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ അതിനെ കർത്താവിന്റെ ക്രൂശിലേക്ക് വിട്ടുകളഞ്ഞിരിക്കുന്നു. He died, I died. എന്റെ ജഡ മനുഷ്യൻ, എന്റെ പഴയ മനുഷ്യനെ മരണത്തിന് ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു. I crucified it. I have given it for crucifixion. അതാണ് അർത്ഥം. ഞാൻ ക്രൂശിച്ചെന്നുള്ളതല്ല, അത് ക്രൂശീകരണത്തിനായിട്ട് ഞാൻ വിട്ടിരിക്കുന്നു. I no longer live to it. ഞാൻ അതിനോട് ജീവിക്കുന്നില്ല. ഓക്കെ, അപ്പൊ ക്രിസ്തു യേശുവിനുള്ളവർ എന്ത് ചെയ്തിരിക്കുന്നു? അവരൊരു ക്രൂശിന്റെ അനുഭവത്തിൽ ജീവിക്കുന്നതാണ് അർത്ഥം. In everything that they do, cross experience rules. അവരെ നിയന്ത്രിക്കുന്നത് ആ ക്രൂശിലെ അനുഭവമാണ്, ആ ജഡത്തിന്റെ ക്രൂശീകരണമാണ്. ആത്മാവിനാൽ നാം ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക. ദാറ്റ് മീൻസ് ദർ ഇസ് ആൻ ഒബ്ലിഗേഷൻ ടു വാക്ക്. നമ്മൾ ആത്മാവ് പറയുന്നത് കേട്ട് നടക്കുവാൻ നമുക്ക് ബാധ്യതയുണ്ട്. അത് നമ്മൾ മനഃപൂർവ്വമായി ചെയ്യുന്നതാണ്. അനുസരണത്തിന് 2 ഘടകങ്ങളുണ്ട്. ഒന്ന്, ഏകന്റെ അനുസരണത്താൽ നമ്മൾ എല്ലാവരും നീതിമാന്മാരായി മാറി എന്നുള്ളതാണ്. നമ്മളൊന്നും ചെയ്തില്ല, കർത്താവിന്റെ അനുസരണത്താൽ നമ്മളെ നീതിമാന്മാരെ നേടി. ഇതിനെയാണ് നമ്മൾ പാസീവ് ഒബീഡിയൻസ് എന്ന് പറയുന്നത്. നമ്മളൊന്നും ചെയ്തില്ല, പക്ഷെ വി ആർ കൗണ്ടഡ് ആസ് റൈച്ചസ്. എന്നാൽ ക്രിസ്തുവിനുള്ളവർ, ആത്മാവിനനുസരിച്ച് നടക്കുന്നവർ ബോധപൂർവം നടത്തുന്ന അനുസരണമാണ് ആക്റ്റീവ് ഒബീഡിയൻസ് എന്ന് പറയുന്നത്. ഒരു വിശുദ്ധനെ സംബന്ധിച്ച് ആക്റ്റീവ് ഒബീഡിയൻസ്, അതായത് ഫോഴ്സ്ഫുൾ ആയിട്ട് ഡിസിഷൻ എടുത്ത് ജഡത്തെ ക്രൂശിച്ചുകൊണ്ട് ഓരോ ദിവസവും ആ നീതിക്ക് വേണ്ടി ദാഹിച്ചുകൊണ്ട് നമ്മൾ പ്രവൃത്തിയിൽ കൊണ്ടുവരുന്ന ഒരു ആക്റ്റീവ് ഒബീഡിയൻസ് ഉണ്ട്. ഓക്കെ, മനസ്സിലായ എന്റെ വ്യത്യാസം എന്താണ്? പാസീവ് ഒബീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പാസീവ് ഒബീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനല്ല, ക്രിസ്തു അനുസരിച്ചു എന്നുള്ളതിനാൽ അവന്റെ നീതി എനിക്ക് കണക്കിടപ്പെടുന്നു ബൈ ഫെയ്ത്ത്. അപ്പൊ കർത്താവിന്റെ നീതി എനിക്ക് അക്കൗണ്ടിൽ വരുന്നു എന്നുള്ളതാണ് പാസീവ് ഒബീഡിയൻസ്. ആക്റ്റീവ് ഒബീഡിയൻസ് എന്ന് പറയുന്നത് ഞാൻ ആത്മാവിൽ നടന്ന് ജഡത്തെ ക്രൂശിച്ച്
ഓരോ സമയത്തും ആത്മാവിന്റെ ശബ്ദം കേട്ട് ആത്മാവ് പറയുന്നത് അനുസരിച്ചുകൊണ്ട് നടക്കുന്ന ആ അനുസരണത്തെയാണ് നമ്മൾ ആക്റ്റീവായിട്ടുള്ള ഒബീഡിയൻസ് എന്ന് പറയുന്നത്. ഇത് രണ്ടും രക്ഷാകരമായി മെറിറ്റോറിയസ് അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ടും നമ്മുടെ രക്ഷയെ കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യുന്നില്ല. സ്വർഗത്തിൽ പോകാനുള്ള നമ്മുടെ ചാൻസിനെ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നില്ല. എന്നാൽ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. യോഹന്നാന്റെ ലേഖനത്തിൽ ഇന്നലെ വൈകിട്ട് വായിച്ചതുപോലെ ഒരുവൻ ക്രിസ്തുവിലാണോ എന്ന് അറിയുന്നത് അവന്റെ പ്രവൃത്തികൾ വെച്ചിട്ടാണ്. അപ്പൊ ആക്റ്റീവ് ഒബീഡിയൻസ് ഈസ് അവർ വിറ്റ്നസിങ് ടു അവേഴ്സെൽവ്സ് ആൻഡ് ടു അതേഴ്സ്. നമ്മളോട് തന്നെയും മറ്റുള്ളവരോടും ഞാൻ കർത്താവിന്റെ സ്വന്തമാണ് എന്ന് ഉള്ള എന്റെ സാക്ഷ്യമാണ് എന്റെ അനുസരണം എന്ന് പറയുന്നത് ആക്റ്റീവ് ഒബീഡിയൻസ്. കാരണം ഞാൻ ദൈവരാജ്യം അനുഭവിക്കുന്നു. ഓക്കെ, ഫൈനൽ വാക്യം, നാം അന്യോന്യം പോരിന് വിളിച്ചും അന്യോന്യം അസൂയപ്പെട്ടും കൊണ്ട് വൃഥാ അഭിമാനികളാകരുത്. ഈ വൃഥാ അഭിമാനി, ഫോൾസ് പ്രൈഡ് അല്ലെ, വെയിൻ ഗ്ലോറി എന്ന പഴയ ഇംഗ്ലീഷ്, വെയിൻ ആയിട്ടുള്ള ഗ്ലോറി, പ്രയോജനമില്ലാത്ത മഹത്വം, അതിനു വേണ്ടിയുള്ള യുദ്ധം, 2 വർഷത്തേക്ക് ഭരിക്കാൻ ഡയറക്ടറായിട്ട് തെരഞ്ഞെടുക്കപ്പെടാൻ വേണ്ടിയുള്ള യുദ്ധം. എന്ത് മഹത്വമുള്ളത്! 2 വർഷം കഴിയുമ്പോൾ ഇവനെ ഒന്നിനും കൊള്ളാതാ. എന്തായാലും ശരി, ഒരു 75 വയസ്സായി കഴിഞ്ഞ് ഒരിടത്തും പോയിരിക്കാൻ നമ്മൾ ഇരുത്തുകയല്ല. ഇതൊക്കെ താൽക്കാലമായിട്ട് നശിച്ചു പോകുന്ന അധികാരം പ്രയോഗിക്കാൻ വേണ്ടി. ഈ കാരണവന്മാര് വീടുകൾ ഭരിക്കുന്നുണ്ട്, അയൺ ഹാൻഡോടെ ഭരിക്കുന്ന കാരണവന്മാരുണ്ട്. കുറെ കഴിഞ്ഞ് 75, 80, 85 വയസ്സ് നിസ്സഹായനായി കഴിയുമ്പോൾ ബാക്കി പിള്ളേര് ഇയാളെ എടുത്ത് ഭരിക്കും. ഈ മറ്റുള്ളവരെ നിയന്ത്രിക്കാനും എന്താ പറയുന്നത്, രാജ്യം സ്ഥാപിക്കാനും ഒക്കെ നടക്കുന്നതെല്ലാം വെയിൻ ഗ്ലോറിയാണ്, വൃഥാ അഭിമാനം. എന്നെ ചോദ്യം ചെയ്യാൻ അവൻ ആരടാ എന്ന് എന്റെ ഹൃദയത്തിൽ തോന്നാറുണ്ടോ? ഭാര്യമാരെന്തെങ്കിലും പറയുമ്പോൾ, ഭർത്താക്കന്മാരെന്തെങ്കിലും പറയുമ്പോൾ ഇവനാരാ എന്നോട് പറയും, ഇവളാരാ അങ്ങ് തോന്നുന്നുണ്ടോ? ഇതിനെയാണ് നമ്മൾ വെയിൻ ഗ്ലോറി എന്ന് പറഞ്ഞത്, വൃഥാഭിമാനം. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു കൊച്ചു പറഞ്ഞാൽ നമുക്കൊന്നും അംഗീകരിക്കാൻ പറ്റില്ല. അവൻ പറഞ്ഞ ഞാനതിനെ കേൾക്കും, സത്യമായിരിക്കും, എന്നാൽ അവൻ എന്നോട് പറയണ്ട, എനിക്ക് തോന്നിയാൽ ഞാൻ ചെയ്യും. ഇങ്ങനെ പറയുന്ന ഒരു വൃഥാഭിമാനമാണ് പലപ്പോഴും പല യുദ്ധങ്ങൾക്കും കാരണം. ഈ വൃഥാ അഭിമാനികളാകുന്ന ജഡത്തിന്റെ ഒരു പ്രത്യേകതയാണ് ഫോൾസ് പ്രൈഡ്, വെയിൻ ഗ്ലോറി. അപ്പോൾ ഗലാത്യ ലേഖനത്തിന്റെ 5 അധ്യായങ്ങൾ ചുരുക്കി പറഞ്ഞ് ഇത്രയേ ഉള്ളൂ. ന്യായപ്രമാണം അനുസരിച്ച് നടക്കുന്നവർ, ആത്മാവിനനുസരിച്ച് നടക്കുന്നവർ 2 വിഭാഗമുണ്ട്. ന്യായപ്രമാണത്തിന്റെ അനുസരിക്കുന്നവര് സീനായി മലയിലുള്ളവർ ഹാഗാറിന്റെ ഭാഗമാണ്. അവർ ജഡത്തെ അനുസരിച്ച് നടക്കുന്നു, അവർ ആത്മാവിനാലുള്ള വീണ്ടും ജന്മം അനുഭവിക്കുന്നില്ല, ദൈവരാജ്യം അനുഭവിക്കും. അവർ ധർമ്മോപദേഷ്ടാക്കന്മാരെ നടക്കുന്നു, നല്ലത് പ്രവർത്തിക്കാൻ വേണ്ടി നടക്കുന്നു, പക്ഷെ ഒരിടത്തും ജയിക്കുന്നില്ല. എന്നാൽ വീണ്ടെടുക്കപ്പെട്ടവർ ആത്മാവിനനുസരിച്ച് നടക്കുന്നു, അവരുടെ നീതി കർത്താവാണ്. ആ നീതി എന്ന് പറയുന്നത് ആത്മാവിനാൽ വരുന്നതാണ്. ആത്മാവിന്റെ പ്രവൃത്തികൾ ഉള്ളിലുണ്ടാകുന്ന ഫലത്താലാണ് ആ നീതി നടപ്പാകുന്നത്. ആ സ്നേഹം ഉയരത്തിൽ നിന്ന് വരുന്നതാണ്. ആ സ്നേഹമാണ് എല്ലാ നിയമങ്ങളെയും പൂർത്തിയാക്കുന്നത്. അവർ ദൈവരാജ്യം അവകാശമാക്കുന്നവരാണ്, ദൈവരാജ്യത്തിന്റെ സമാധാനം അനുഭവിക്കുന്നവരാണ്. ഇതാണ് ഇത്രയും നേരവും നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ ആക്റ്റീവ് ഒബീഡിയൻസ് കർത്താവ് അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ, ദൈവമേ അങ്ങ് എങ്ങനെ ആയിരിക്കുന്നു അങ്ങനെ തന്നെ ആയിരിക്കുവാൻ, അങ്ങയുടെ രാജ്യം അവകാശമാക്കുവാൻ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ വൃഥാഭിമാനികളാകാതെ, ജഡത്തെ അനുസരിച്ച് നടക്കാതെ, കർത്താവ് എപ്പോഴും ദൈവമേ അങ്ങയെ അന്വേഷിക്കുവാൻ, അങ്ങയെ അന്വേഷിച്ചുകൊണ്ടിരിക്കുവാൻ, ഈ ലോകത്തിന്റെ പ്ലഷേഴ്സിൽ വീണു പോകാതെ അങ്ങയുടെ മഹത്വം അന്വേഷിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നന്ദിയോടെ സ്തോത്രം. കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ.